വളരെ മുന്നോട്ട് പോയിട്ടുള്ള സമൂഹമാണ് തീരദേശ മേഖല എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇതിനെല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്ന സ്ത്രീകളാണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അവർ റോഡ് തടയാൻ, വണ്ടി തടയാൻ, റോഡിലേക്ക് ഈ ഇറങ്ങി നിന്ന് മുദ്രാവാക്യം വിളിക്കാൻ, വിലപേശാൻ, ആളുകളോട്, പൊതുസമൂഹത്തോട് വിലപേശാൻ, സിസ്റ്റത്തോട് വിലപേശാനൊക്കെ. എനിക്ക് തോന്നുന്നു സ്ത്രീകളുടെ പങ്കാളിത്തമായിരിക്കും ഒരു ഒത്തുതീർപ്പിന് സന്നദ്ധമല്ലാത്ത ഒരു സമര സമൂഹമായിട്ട് ഈ കടൽപ്പണിക്കാരെ വളർത്തിയെടുത്തത്. ഈ വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യം പറയുമ്പോൾ പോലും ഈ പൊതുസമൂഹം വിഴിഞ്ഞത്ത് കപ്പൽ വന്നതിനെ അടക്കം കൊണ്ടാടി. അതൊരു മാതൃക മോഡൽ പ്രൊജക്ട് ആയിട്ടാണ്. അവിടെ സമരം നടത്തിയ ആളുകളെ പൊതുസമൂഹം എമ്പാട് ഒരുമിച്ച് നിന്നിട്ടാണ് രാജ്യദ്രോഹികൾ വികസന വിരുദ്ധരായിട്ട് മുദ്രകുത്തിയത്. അത് സ്റ്റേറ്റ് ഗവൺമെന്റുകളും സംവിധാനങ്ങളും മാത്രമല്ല, പൊതുസമൂഹം ആകമാനവും. അപ്പോഴെല്ലാം പൊതുസമൂഹം പറയുന്നത് ആ വോട്ട് വന്നാൽ വികസനം വരുമല്ലേ എന്നുള്ളതാണ്. അവിടെ ഒരു തുറമുഖം വരുന്നതിലൂടെ കുറച്ചധികം മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങൾ പൂർണ്ണമായി കടലെടുത്ത് പോയി ചന്തയിൽ പോവും. അപ്പം മീന് കൊടുത്തിട്ട് ഇപ്പം സ്കൂളിലോട്ട് പോകാൻ നേരത്ത് അമ്മ ചിലപ്പോൾ 5-10 രൂപ തരും. അമ്മ മീന് വിറ്റിട്ട് ആണ് ആ പൈസ തരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ നോട്ടിനകത്ത് മീനിന്റെ മണമുണ്ട്. ആ നോട്ടിന്റെ പോക്കറ്റിലുണ്ടാവും. ഞാൻ ആ നോട്ടും കൊണ്ട് ക്ലാസ് മുറിയിൽ ഇരിക്കുമ്പോഴെല്ലാം ഈ മണം അവിടെ തന്നെ ഉണ്ടാവും. ഇടതുപക്ഷത്തിന്റെ സപ്പോർട്ടോടുകൂടി, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു എന്താ പറയാ സൈദ്ധാന്തിക അടിത്തറയോടുകൂടി സംഘടിപ്പിക്കപ്പെട്ട ജനവിഭാഗം തന്നെയായിരുന്നു. പക്ഷേ അത് ഈ പറയുന്ന തുടക്കത്തിലൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നെങ്കിലും ഇടതുപക്ഷം എന്നു മുതൽ നയങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെട്ടു പോയോ അല്ലെങ്കിൽ വ്യതിചലിച്ചു പോയോ അതോടുകൂടി അത് തീർന്നു പോയി എന്നുള്ളതാണ്. ഇപ്പൊ CK ജാനുവിന്റെ ഒരു ആത്മകഥയുണ്ട്, അടിമ മക്ക. അതിനകത്ത് CK ജാനു വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ പറയുന്ന ആദിവാസികളെ സംഘടിപ്പിക്കാൻ ഈ പറയുന്ന ഇടതുപക്ഷം മുന്നിട്ട് നിന്നു എങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞ് വളരെ വേഗത്തിൽ തന്നെ അത് ആളുകളെ ചൂഷണം ചെയ്യുന്ന രീതിയിലോട്ട് പോയി എന്നുള്ളതാണ്. എന്താ വിലപേശൽ നടത്തുക ചെയ്യുന്നത് ചർച്ചാണ് എപ്പോഴും അച്ഛന്മാരുടെ പുറകിൽ നിൽക്കുന്ന സംഭവം നിലയിലാണ് ചിത്രീകരിച്ച് കേട്ടുള്ളത്. രണ്ടാമത് ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി, അവർ ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയിലെ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇന്ന് രാഷ്ട്രീയ നേതാക്കളായിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയത് കൊണ്ടും ഇവർക്ക് വേണ്ടിയിട്ട് വിളിച്ചു പറഞ്ഞതൊക്കെ കൊണ്ടാണ്. പലപ്പോഴും ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ സെറ്റിൽമെന്റിന്റെ ഭാഗമായി ഈ രണ്ട് ഇടപെടലുകൾ മാറിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്തെല്ലാം നമ്മൾ കണ്ട സാധനമാണ്. അപ്പം ആളുകൾക്ക് അത് കൃത്യമായി മനസ്സിലായെന്നുള്ളതാണ്. ഇന്ന് ഈ കമ്മ്യൂണിറ്റീന്റെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത് വിദ്യാർത്ഥികളാണ്. കടൽപ്പണിക്കാരായിട്ടുള്ള 3 മനുഷ്യരെ കാണാതായിട്ട് 17-18 ദിവസം ആകുന്നു. മുതലതിന് ശേഷം മുതലപ്പുഴയിൽ 5 തെങ്ങ് സ്വദേശിയായ പ്രവീണിനെ ഒരു 5 ദിവസം മുമ്പ് കാണാതായി. 4 പേര്. തെരച്ചിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ ഈ കടൽപ്പണിക്കാരുടെ സമൂഹം തന്നെ, ഈ കുടുംബാംഗങ്ങൾ തന്നെ പൊതുസമൂഹത്തിന് മുന്നിലും മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ വെളിപ്പെടുത്തുകയുണ്ടായി. എന്താണ് സംഭവിച്ചത് അതിലേക്ക് നമുക്ക് വിശദമായിട്ട് കടക്കേണ്ടതില്ല. അത് നമ്മുടെ മുന്നിലുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ആ തെരച്ചിലും മുന്നറിയിപ്പ് സംവിധാനത്തിലൊക്കെ ഉണ്ടായെന്നുള്ളത്. പക്ഷേ ഇത്രയും നാളായിട്ടും ഈ മന്ത്രിമാർ വീട്ടിൽ ചെന്ന് സന്ദർശിക്കുക എന്നുള്ള പോലെയുള്ള നടപടികളല്ലാതെ ആ കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്ന തരത്തിലുള്ള ഒരു മൂവും ഒരു സംവിധാനത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ ജോണിൻ്റെ കാണാതായിട്ടുള്ള കടൽപ്പണിക്കാരനായിട്ടുള്ള ജോണിൻ്റെ മകൾ ജിജി തന്നെ വളരെ കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളത്, സിസ്റ്റം എങ്ങനെയാണ്, അതായത് 2017 ഓഖിക്ക് ശേഷം, ഓഖി ചുഴലിക്കാറ്റിന് ശേഷം അവർ നിരന്തരം ഉന്നയിക്കുന്ന, ആ സമൂഹം നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. എന്തുകൊണ്ടാണ് ആ സിസ്റ്റം ഇത്രയ്ക്കും ദയാരഹിതമായിട്ടും ക്രൂരമായിട്ടും കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ജനവിഭാഗത്തോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ആ കുട്ടി ഉയർത്തിയത്. അതിൽ അവർ അതിഭയങ്കരമായിട്ട് അതിനീചമായിട്ട് ആക്രമിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ വെച്ച് തുടങ്ങാമെന്ന് തോന്നുന്നു. ജിജി ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ഈ സിസ്റ്റം, അതിൽ ഭരണകൂടം ഉണ്ടാവും, ബ്യൂറോക്രസി ഉണ്ടാവും, അതുപോലെ മീഡിയ എല്ലാം അടങ്ങുന്ന, പൊതുസമൂഹമൊക്കെ അടങ്ങുന്ന സിസ്റ്റം എന്തുകൊണ്ടാണ് ഈ കടൽപ്പണിക്കാരായിട്ടുള്ള സമൂഹത്തിൻ്റെ ജീവിതത്തോട് ഇത്ര പുറംതിരിഞ്ഞ് നിൽക്കുന്നത്? അപ്പോൾ ഈ മുഴുവൻ സംവിധാനങ്ങളും എല്ലാ കാലത്തും പണ്ട് മുതലേ കടലിനോടൊരു പുറംതിരിഞ്ഞ് നിൽക്കൽ എന്നുള്ളൊരു പ്രക്രിയ പണ്ട് മുതലേ ഉള്ള ഒരു കാര്യമാണ്. അത് എല്ലായിടത്തും വിസിബിളാണ്. ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ കാര്യം എടുക്കാം. നമ്മൾ സ്കൂളുകളിൽ കുട്ടികൾ പോകുന്നു, പഠിക്കുകയൊക്കെ ചെയ്യുമ്പം നമ്മളവിടെ ഈ കാടിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്,
മലേനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, പുഴേനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, എല്ലാം പഠിക്കുന്നുണ്ട്. അതായത് ലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള നിലവുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും സ്കൂളുകളിൽ അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ കടലിനെ എത്രമാത്രമാണ് പഠിപ്പിക്കപ്പെടുന്നതെന്നുള്ള ആ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എങ്ങനെയാണ് സമൂഹം ഈ ഒരു വിഷയത്തിലോട്ടുള്ളൊരു നോക്കിക്കാണൽ ഉണ്ടാകുന്നതെന്നുള്ളത് മനസ്സിലാവും നമുക്ക്. അപ്പം ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോഴൊന്നും കടലിനെ കുറിച്ച് അങ്ങനെ ഇല്ല. ഏതോ ഉണ്ണിക്കുട്ടൻ്റെ ലോകം എന്നൊക്കെ പറഞ്ഞിട്ട് കടലിനടിയിൽ ഊളിയിട്ട് പോയിട്ട് കാണുന്ന അതൊരു ഭയങ്കര കടലിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു പാഠം മാത്രമാണ് എൻ്റെ ഓർമ്മയിൽ കടലിനെ കുറിച്ച് ഞാൻ പഠിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലുള്ളത്. പിന്നെ കുറച്ചുകൂടി വളർന്നു വരുമ്പം ലിറ്ററേച്ചറൊക്കെ പഠിക്കുമ്പോൾ തകഴിയുടെ ചെമ്മീൻ, അപ്പം അതിലൊക്കെ അപ്പുറത്തേക്ക് കടൽ പഠിക്കപ്പെടേണ്ട ഒന്നല്ല എന്നുള്ളൊരു ധാരണ പണ്ട് മുതലേ പൊതുസമൂഹത്തിനുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് സംഭവിക്കുന്നതെന്ന് പറയുമ്പം ഇപ്പം ഈ കടലൊരു ജൈവ ആവാസ വ്യവസ്ഥയാണ്. കടലിൻ്റെ മക്കൾ അല്ലെങ്കിൽ കടൽ ജനത എന്ന് പറയുന്നത് ഈ ജൈവ ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ജീവിതം ചിട്ടപ്പെടുത്തി ഒരു സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തികപരമായ എല്ലാം അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് അവരുടെ തനതായിട്ടുള്ള രീതികളുണ്ടാവും, തനതായിട്ടുള്ള ഭാഷയുണ്ടാവും, തനതായിട്ടുള്ള ജീവിത രീതി ഉണ്ടാവും, സംസ്കാരം ഉണ്ടാവും, സാമ്പത്തിക രീതി തന്നെ പ്രത്യേകിച്ചുണ്ടാവും, ഇതെല്ലാം ഉണ്ട്. അപ്പം ഇതെല്ലാം അവരുടെ ഒരു സ്വത്വത്തെ നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു ചെറുത്തുനിൽപ്പിനെ തന്നെയും അതിൻ്റെ ഒരു ഗതിനെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അവരുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ ഐഡൻറ്റിറ്റി എല്ലാ കാലത്തും മോശം ഐഡൻറ്റിറ്റിയാണ് എന്നുള്ളൊരു ഒരു എടുത്തു വെക്കൽ പണ്ട് മുതലേ ഉണ്ട് എന്നുള്ളതാണ്. അവരുടെ ഭാഷ ഭയങ്കര മോശമാണ്, ഭാഷ സംസാരിക്കാൻ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ഭാഷയാണ്, സംസ്കാരമില്ലാത്ത ഭാഷയാണ്, അവരുടെ രീതികൾ സംസ്കാരമില്ലാത്തതാണ്, മീൻ നാറുന്ന ആളുകളാണ്, മീൻ നാറ്റം ഉണ്ടാകും, പിന്നെ ഈ പറഞ്ഞ പോലെ ബോധമില്ലാത്ത ആളുകളാണ്. ഇത്തരത്തിലുള്ള കുറേ അധികം എന്താ പറയുക ഇതിനെക്കുറിച്ചുള്ള ഒരു നോക്കിക്കാണലുകൾ സമൂഹം തന്നെയും അതിങ്ങനെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായി തന്നെ ഇവരങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തേണ്ടുന്ന സമൂഹമല്ല എന്നുള്ളൊരു ഒരു കാഴ്ചപ്പാടാണ്. തീരദേശ മേഖലയിൽ നിന്നുള്ള അല്ലെങ്കിൽ കടൽ ജനതയിൽ നിന്നുള്ള ഒരാൾ ആദ്യമായി പൊതുസമൂഹത്തിൻ്റെ ഭാഗമാകുന്നത് അല്ലെങ്കിൽ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ടുള്ളൊരു ഇടപെടൽ നടത്തുന്നത് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ആണ്. ആ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു കുട്ടി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവൻ ആദ്യമേ തന്നെ എല്ലാത്തിൽ നിന്നൊരു തിരസ്കരണം എപ്പോഴും നേരിടും, ഇത് ഉറപ്പാണ് എന്നുള്ളതാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം കടപ്പുറം ഭാഷയിൽ ക്ലാസ്സിൽ സംസാരിച്ചാൽ 5 രൂപ ഫൈൻ കൊടുക്കേണ്ടി വരും. അതിലൂടെ നമുക്ക് മനസ്സിലാവുന്ന പറയുമ്പോൾ ഈ ഭാഷ ഭയങ്കര മോശമായിട്ടുള്ള ഭാഷയാണ്, സംസാരിക്കപ്പെടേണ്ടാത്ത ഭാഷയാണ്. പിന്നെ ഈ പറയുന്ന ക്ലാസ്സിനകത്ത് ബഹളം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എണീറ്റ് നിൽക്കേണ്ടി വരും. കടപ്പുറത്തെ പിള്ളേരാണ്, അപ്പം പിന്നെ അവരെങ്ങനെയാണ്? അപ്പം നമുക്ക് ആദ്യം മുതൽ തന്നെ നമുക്കും നമ്മുടെ കൂട്ടത്തിൽ പഠിക്കുന്ന ആളുകൾക്കും കടപ്പുറം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കടൽ എന്ന് പറയുന്നത് ഇത് ഭയങ്കര സംതിങ് ഇതായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളൊരു ഇത് കിട്ടുന്നു. ഒരു അപകർഷതാബോധം നമുക്ക് വളരുന്നു എന്നതിനോടൊപ്പം മറ്റുള്ളവരിലും അത് അവരുടെ ഒരു കാഴ്ചപ്പാട് അപ്പം മുതൽ തന്നെ അവരിൽ സൃഷ്ടിക്കപ്പെടുകയാണ്. ഇതെങ്ങനെയാണ് ഈ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു തരത്തിൽ ഞാൻ കടപ്പുറത്തുനിന്ന് വരുന്ന ഒരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു തരത്തിലും എൻ്റെ കമ്മ്യൂണിറ്റീനെ കുറിച്ച്, ഞാൻ വരുന്ന ഇടത്തെ കുറിച്ച് എനിക്ക് ഒരിക്കലും ഒരു അഭിമാനം ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു കമ്മ്യൂണിറ്റി ശരിക്കും അടയാളപ്പെടുത്തപ്പെടുന്നത് ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു നോളജ് പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോഴാണെന്നുള്ളതാണ്. അപ്പം കടലിൽ നിന്നും തീരദേശത്ത് നിന്നും നോളജ് പ്രൊഡക്ഷൻ ഉണ്ടായി തുടങ്ങുന്നത് വളരെ അടുത്ത കാലം മുതലൊക്കെയാണ്. കടലിൽ പഠിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ ഒരു നോളജ് പ്രൊഡക്ഷൻ ഉണ്ട്. കടലിനെ പഠിക്കുന്ന പരിപാടികൾ പണ്ട് മുതലേ അത്, പക്ഷെ അത് ഏത് തരത്തിലാണ് പഠിക്കപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ടി വരും. എന്നാൽ ഇതിന്റെ ഉള്ളിൽ തദ്ദേശീയ ജനതയുടെ അവര് തന്നെ അവരുടെ നോളജിനെ പൊതു നോളജ് ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമായി എടുത്തു വെക്കുന്ന പരിപാടി ഈ അടുത്ത കാലം മുതലാണ് ആക്ച്വലി തുടങ്ങുന്നത്. അപ്പൊ അതുവരെയും ഈ പറയുന്ന പോലെ നമ്മൾ ഒന്നുമില്ലാത്ത ആളുകളാണ് എന്നുള്ളൊരു ചിന്തയാണ് ശരിക്കും അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, കടലുമായി ബന്ധപ്പെട്ട് ഒരു വലിയൊരു നോളജ് ഇക്കോസിസ്റ്റം ഉണ്ട്. എന്നാൽ ഈ നോളജ് ഇക്കോസിസ്റ്റം
പൊതുസമൂഹം അംഗീകരിക്കുന്നില്ല എന്നിടത്താണ് അവിടെ പ്രശ്നം കിടക്കുന്നത്. അപ്പം ഒരു ജനത അംഗീകരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൊതുസമൂഹത്തോടൊപ്പം കോമ്പറ്റേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു ജനതയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു നോളജ് പ്രൊഡക്ഷൻ ഉണ്ടാവണം. അത് അത് ഒരു തരത്തിൽ അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. മറച്ചുവയ്ക്കലുകളിലൂടെ ഒരു സമൂഹത്തിന്റെ ശേഷിനെ പൊതുസമൂഹം അറിഞ്ഞോ അറിയാതെയോ ഇല്ലാതാക്കി വെച്ചു, അല്ലെങ്കിൽ അത് മറച്ചു വെച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അവിടെ മുതലൊക്കെ ഉണ്ട്. നമ്മൾ ഇതിന്റെ കാരണങ്ങൾ തിരഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതൊക്കെയും കാരണങ്ങളാണ്. അതായത് ഒരു സമൂഹത്തിനെ അദൃശ്യമാക്കി വെക്കുക, അവരുടെ ശേഷികളെ അദൃശ്യമാക്കി വെക്കുക, എന്നിട്ട് ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പ്രൊജക്ട് ചെയ്തുകൊണ്ട് മീൻ നാറ്റം ഉണ്ടാകും, കടപ്പുറം ഭാഷ സംസാരിക്കുന്നു, അത് അധികം സംസാരിക്കപ്പെടുന്നു. ഇത് ശരിയെന്ന് പറഞ്ഞ് അംഗീകരിക്കപ്പെടുന്ന എല്ലാം ഭൂരിപക്ഷത്തിന്റെ ശരികളാണല്ലോ, അപ്പോൾ ന്യൂനപക്ഷമാണ്, അപ്പോൾ അവരുടേത് ശരിയല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്നു. അപ്പൊ ഇത്തരത്തിലൂടെ എല്ലാം തീരദേശ മേഖലയിലുള്ള ആളുകളിലും ഒപ്പം പൊതുസമൂഹത്തിനും ഒരു ധാരണ ഈ പറയുന്നത് പോലെ കടൽ നോക്കപ്പെടേണ്ട സ്ഥലമല്ല എന്ന രീതിയിൽ വളർന്നു വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിന്റെ മുഴുവൻ കാര്യങ്ങളും, ഈ പറയുന്ന പഠനങ്ങളാവട്ടെ, ഗവേഷണങ്ങളാവട്ടെ, ഇടപെടലുകളാവട്ടെ, പോളിസി രൂപീകരണങ്ങളാകട്ടെ, മുഴുവൻ കാര്യങ്ങളും പണ്ട് മുതലേ കരകേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ സാക്ഷരത ശരിക്കും പറഞ്ഞാൽ കരയെ ബേസ് ചെയ്തിട്ടുള്ള സാക്ഷരത, ലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള സാക്ഷരത മാത്രമാണ്. ഈ പറയുന്ന കടലുമായി ബന്ധപ്പെട്ടുള്ള സാക്ഷരത, നമ്മൾ ഓഷ്യൻ ലിറ്ററസി എന്നൊക്കെ പറയുന്നത്, കടലുമായി ബന്ധപ്പെട്ടുള്ള സാക്ഷരത ഒട്ടുമേ ഇല്ലാത്തൊരു സംസ്ഥാനമാണ് ആക്ച്വലി ഈ പറയുന്ന കേരളം എന്ന് പറയുന്നത്. കേരളത്തിന്റെ നേട്ടമായി നമ്മൾ പറയുന്നത് കരകേന്ദ്രീകരിച്ചുള്ള ഇടപെടലുകളെയും നേട്ടങ്ങളെയും മാത്രമാണ് എന്നുള്ളതാണ്. അത് ഒരു തരത്തിലും കേരളം ഇന്ന് അംഗീകരിച്ചിട്ടില്ല. കേരളം മുന്നോട്ട് വെക്കുന്ന വികസന മാതൃക, അത് ഏത് വികസന മാതൃക? കരകേന്ദ്രീകരിച്ചിട്ടുള്ള വികസന മാതൃകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളും കടൽ തൊഴിലാളികളും കടൽ മനുഷ്യരെല്ലാം പുറന്തള്ളി പോവുകയും ഇവരെ കുറിച്ച് പൊതുസമൂഹം ഈ പറയുന്ന അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ കരയുമ്പോൾ, ആരുടെയെങ്കിലും കണ്ണിൽ കണ്ണുനീര് വരുമ്പോൾ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ബാക്കി മുഴുവൻ സന്ദർഭങ്ങളിലും ഈ പറയുന്ന പോലെ തീരദേശവാസികൾ തിരസ്കരിക്കപ്പെടുന്ന ആളുകളാണെന്നുള്ളതാണ്. അപ്പം ഈ ബൗദ്ധികമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനെ കുറിച്ച് പറഞ്ഞല്ലോ, ഈ സമൂഹത്തിൽ നിന്ന് ഉണ്ടായി വരുന്ന, ഇപ്പോൾ താങ്കൾ തന്നെ റിസർച്ചും അക്കാദമിക മേഖലയിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. താങ്കൾക്ക് വ്യക്തിപരമായിട്ട് അത്തരം ഒരു സ്ട്രഗിൾ ലൈഫ് ഉണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട്? അതെ, അത് തന്നെയാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോഴൊക്കെ, ഇപ്പം ഞാൻ സ്കൂളിൽ പോകുന്നത് രാത്രി കടപ്പുറത്ത് പോയി കിടന്നുറങ്ങി, ചെറിയ വീടായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്താണ്, പുതിയതുറയാണ് സ്ഥലം. അപ്പം ഞങ്ങൾ 4 സഹോദരങ്ങളാണ്, ഒരു 2 മുറിയുള്ള കുഞ്ഞു വീടാണ്. അപ്പോൾ എല്ലാവർക്കും വീട്ടിനകത്ത് ഒരുമിച്ച് കിടക്കാൻ പറ്റത്തില്ല. ഈ പറയുന്ന നല്ല ചൂടായിരിക്കും, ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഞങ്ങൾ മിക്കവാറും ചെയ്യുന്നത്, ഞാൻ എൻ്റെ ഒരു ഡിഗ്രി കാലയളവ് കഴിയുന്നത് വരെയും എല്ലാ രാത്രികളിലും കടപ്പുറത്താണ് പോയി കിടക്കുന്നത്. അത് ഞാൻ മാത്രമല്ല, അത് അവിടുത്തെ ഒരു സംസ്കാര രീതിയാണ്. മുഴുവൻ ആളുകളും, അത് ആണ് പെണ്ണ് കുഞ്ഞ് വലുത് വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളും അവരുടെ ഒരു സാംസ്കാരിക ഇടമായി കാണുന്ന കടപ്പുറത്തേക്കാണ് വൈകുന്നേരങ്ങളിൽ ബെഡ്ഷീറ്റും കൊണ്ട് പോകുന്നത്. അവിടെ കിടന്നുറങ്ങുന്നു, രാവിലെ തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. അപ്പം ഞാനും ഈ പറയുന്ന രാത്രി കടപ്പുറത്ത് പോയി കിടന്നുറങ്ങി രാവിലെ എണീക്കുന്നത് അച്ഛൻ്റെ വിളി കേട്ടിട്ടാണ്. അച്ഛൻ ആ സമയത്ത് പോയിട്ട് കട്ടമരത്തിൽ കടലിൽ പോയിട്ട് തിരിച്ച് വരുന്ന സമയമാണ്. അപ്പം അച്ഛനപ്പം വിളിക്കും, അവിടെ നിന്ന് മരം കയറ്റി കരയിലോട്ട് വെച്ച് വിട്ട് വിളിക്കും. ആ സമയത്ത് എണീറ്റിട്ടാണ്, അപ്പം മുതലാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ആക്ച്വലി. പിന്നെ മീൻ കൊണ്ട് വരാൻ സഹായിക്കുന്നു, അമ്മയെ മീനെടുത്ത് ചന്തയിലോട്ട് പോകാനായിട്ട് സഹായിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോകുന്നത് പൊതുസമൂഹത്തിന്റെ ഇടപെടലുള്ള ഒരു സ്ഥലത്തോട്ടാണ്, സ്കൂളിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ക്ലാസ് മുറിയിലോട്ടാണ് പോകുന്നത്. അവിടെ പോകുമ്പോൾ സ്വാഭാവിക ലോകമൊന്നുമില്ലാത്ത വേറൊരു ലോകം, എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലോകത്തോട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ സ്കൂളിലോട്ട് പോകുമ്പോൾ മുതൽ എനിക്ക് ആ ലോകം ഭയങ്കര അന്യമായിട്ടുള്ളൊരു ലോകമാണ്, ഞാനോട്ടൊരു ബന്ധമില്ലാത്തൊരു ലോകമാണ്. ഞാൻ പോകുമ്പം സ്വാഭാവികമായിട്ട് എന്നിൽ മീൻ നാറും. കാര്യം ഈ പറയുന്നത് പോലെ ഞാൻ കടപ്പുറത്ത് നിന്ന്, അല്ലെങ്കിൽ അച്ഛനെ മീൻ കൊണ്ടുവരാൻ സഹായിച്ചിട്ടാണ് ഞാൻ സ്കൂളിലോട്ട് പോകുന്നത്. അപ്പൊ എൻ്റെ കയ്യിൽ മീനുണ്ടാവും, ചന്തയിൽ പോവും. അപ്പം മീൻ കൊടുത്തിട്ട് അപ്പം സ്കൂളിലോട്ട് പോകാൻ നേരത്ത് അമ്മ ചിലപ്പോൾ 5-10 രൂപ തരും. അമ്മ മീന് വിറ്റിട്ട് ആണ് ആ പൈസ തരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ നോട്ടിനകത്ത് മീനിന്റെ മണമുണ്ട്, ആ നോട്ട് എന്റെ പോക്കറ്റിലുണ്ടാവും. ഞാൻ ആ നോട്ടും കൊണ്ട് ക്ലാസ് മുറിയിൽ ഇരിക്കുമ്പോഴെല്ലാം ഈ മണം അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ മുതൽ ഞാൻ
എല്ലാവർക്കും അന്യനായിട്ടുള്ള, ചിലപ്പോൾ എൻ്റെ അടുത്ത് ഇരിക്കേണ്ടാത്ത, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അപ്പം മുതൽ ഞാൻ കടപ്പുറത്തുള്ള ഒരാളായിട്ട് മാറ്റപ്പെടുകയാണ്. അപ്പം ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇതുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം വ്യക്തിപരമായിട്ട് ഈ പറയുന്ന ഫൈൻ അടക്കം കൊടുക്കുന്ന പരിപാടികളിൽ ഞാൻ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഭാഷ സംസാരിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ടുള്ള ഭാഷ ക്ലാസ് റൂമിൽ സംസാരിച്ചു. എക്സാക്ട്ലി. അപ്പം അത് കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ക്ലാസ് മുറിയിലിരുന്ന് പഠിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് കാർഡ് കാണുന്നത് ഞാൻ എൻ്റെ ഒരു +2 കാലഘട്ടം കഴിഞ്ഞിട്ടാണ്. അതായത് എൻ്റെ ഒരു 17 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കാർഡ് കാണുന്നത്. പുഴ, വലിയ പുഴ ഒന്നും കണ്ടിട്ടില്ല, ചെറിയ ആറുകളുണ്ട് അവിടെ. നാട്ടിൽ നിന്ന് നമ്മൾ അങ്ങനെ അധികം പുറത്തു പോകാറില്ല. പക്ഷെ ഞാൻ ക്ലാസ്സിനകത്ത് ചെറുപ്പകാലം മുതൽ ഞാൻ ഇന്നുവരെ കാണാത്ത കാർഡിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കതുകൊണ്ട് യാതൊരു തരത്തിലും എനിക്ക് ഒന്നും വിഭാവന ചെയ്യാൻ പോലും പറ്റത്തില്ല. ഈ പറയുന്ന പാഠപുസ്തകങ്ങളിൽ കാണുന്ന ചിത്രങ്ങളോ TV കാണുന്ന ആ ഒരു രൂപങ്ങൾക്ക് അപ്പുറത്തേക്ക് എനിക്ക് ഈ ആവാസ വ്യവസ്ഥ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ബോറാവും. ഞാൻ ചിലപ്പോൾ അവിടെ ഇരുന്ന് ഉറങ്ങും. കാരണം ഇത് എൻ്റെ ജീവിത പരിസരമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സ്ഥലമാണ്, അല്ലെങ്കിൽ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പഠിക്കുന്നത്. എന്നാൽ അവരവിടെ കടലിനെ കുറിച്ചാണ് പഠിപ്പിച്ചിരുന്നതെങ്കിലും ആ സമയത്ത് അപ്പം അത് എൻ്റെ സ്ഥലമാണ്. സോ ക്ലാസ്സിലുള്ള മറ്റാരും മറുപടി പറയുന്നതിനേക്കാൾ ആദ്യം ഞാൻ മറുപടി പറയും. ആദ്യം ഞാനായിരിക്കും പറയുന്നത്. അവിടെ ഞാൻ ചിലപ്പോൾ ഒന്നാമത് വരും. അവർ കണക്ക് പഠിപ്പിക്കുമ്പം 5 മാമ്പഴം എടുത്ത് ചന്തയിൽ പോയ ആളിനെ കുറിച്ച് പഠിപ്പിക്കുന്നതിന്റെ പകരം 5 മീനെ കൊണ്ട് ചന്തയിൽ പോയ ആളിനെ കുറിച്ച് പഠിപ്പിച്ചിരുന്നെങ്കിൽ കണക്കിൽ ഞാൻ ഒന്നാമതായേനെ. അവർ ചരിത്രം പഠിപ്പിക്കുമ്പം ഈ പറയുന്നത് പോലെ വയനാട്ടിലെ എന്താ പറയാ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കര കേന്ദ്രീകരിച്ചിട്ടുള്ള ചരിത്രങ്ങൾ, അല്ലെങ്കിൽ ഇത് പറയുന്നതിന് പകരം കടൽ കേന്ദ്രീകരിച്ചിട്ടുള്ള നടന്നിട്ടുള്ള ചരിത്രങ്ങളും കൂടെ അതിനകത്ത് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് അതിനകത്ത്, ബിക്കോസ് അതിന്റെ ജീവിത പരിസരമാണ്. ബയോളജി പഠിപ്പിക്കുമ്പോൾ അവർ കരയിലെ ഈ പറയുന്ന ജീവജാലത്തെ കുറിച്ച് പഠിപ്പിക്കുന്നതിന് അപ്പുറത്തേക്ക് മീനിനെ കുറിച്ച്, കടലിനുള്ളിലെ ജീവജാലങ്ങളെ കുറിച്ച് പഠിപ്പിച്ചാൽ അതിന്റെ ഭാഗമാണ്. സോ ഞാൻ അതിൽ അപ്പം ഇത് ഈ പറയുന്ന സ്കൂളുകളിൽ കരിക്കുലങ്ങളിലൊന്നും ഈ പറഞ്ഞ എന്റെ ജീവിത പരിസരം ഇല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിരിക്കും ബോറാവും. ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിലുടനീളം ഇത്തരം ഈ അന്യവൽക്കരണം, അലിനേഷൻ സംഭവിച്ചു. അതാണ് പറഞ്ഞു വരുന്നത്. ക്ലാസ്സിൽ പോയി അവിടെ ഇരിക്കുക എന്നതും അത് കഴിഞ്ഞ് എനിക്ക് കിട്ടുന്ന അറിവിലും ഞാൻ ഈ സാധനം നേരിടുകയാണ്. എനിക്ക് ക്ലാസ്സിൽ ഉയർന്ന് വരാനേ പറ്റുന്നില്ല. ഞാനിവിടെ നിന്ന് ഉറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് കടപ്പുറത്ത് അവര് ഇത് തന്നെ പരിപാടി പിള്ളേർക്കൊന്നും, ഞാൻ കുറെ തവണ ഞാനെന്നാലും കുഴപ്പമില്ല. പക്ഷെ എൻ്റെ കൂട്ടുകാരെ കുറിച്ച്, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള ആളുകളെ കുറിച്ചല്ല, അവർ കടപ്പുറത്ത് വരുന്ന പിള്ളേർ അവരിങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞ് ഞാൻ പലതവണ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം ഉത്തരം എന്ന് പറയുമ്പോൾ ഇതാണ്. കാരണം അവരുടെ ജീവിത പരിസരവുമായി അതിന് ബന്ധമില്ല എന്നുള്ളതാണ്. എന്നാൽ എനിക്കറിയാം എൻ്റെ കൂട്ടുകാർ ഓട്ടത്തിന് ഫസ്റ്റാണ്, ചാട്ടത്തിന് ഫസ്റ്റാണ്, നല്ലപോലെ ഫുട്ബോൾ കളിക്കും. കേരളത്തിൽ എൻ്റെ വീടിന്റെ തൊട്ടപ്പുറത്തെ സ്ഥലം പൊഴിയൂരിൽ എല്ലാ വർഷങ്ങളിലും മിനിമം 10 പേരെങ്കിലും ആ പൊഴിയൂർ എന്ന ഒറ്റ ഗ്രാമത്തിൽ നിന്ന് മാത്രം ഇന്ത്യയിലെ വിവിധ ടീമുകൾക്ക് വേണ്ടിയിട്ട് സന്തോഷ് ട്രോഫി കളിക്കുന്നുണ്ട്. ഫുട്ബോൾ താരങ്ങളാണ്. കേരളത്തിനെ 2 വർഷം മുന്നേ കേരള സന്തോഷ് ട്രോഫി നേടുമ്പം, 2-3 വർഷം മുന്നെയാണ് നോക്കിയത്, സന്തോഷ് ട്രോഫി നേടുമ്പോൾ ആ സമയത്തുള്ള കേരളത്തിന്റെ ക്യാപ്റ്റൻ സീസൺ സെൽവൻ പൊഴിയൂരുകാരനാണ്. ഇപ്പോഴും സന്തോഷ് ട്രോഫി കളിക്കുന്നത്. അവർ 2 സഹോദരങ്ങളും സന്തോഷ് ട്രോഫി കളിച്ചു. ഇഷ്ടം പോലെ കൂട്ടുകാർ, ഇഷ്ടം പോലെ ആളുകൾ ഈ പറയുന്ന സഞ്ജു സാംസൺ അടക്കം തീരദേശത്ത് മേഖലയിൽ നിന്നാണ്. ഈ പറയുന്ന ദേശീയ ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ കുട്ടികൾ തീരദേശ ഗ്രാമം എന്നൊക്കെയുള്ള. അപ്പം കായികപരമായിട്ട് ഇവർ ഭയങ്കരമായിട്ട് മുന്നിലോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ മുന്നിലാണ്. അതൊരു നേട്ടമാണ്. പക്ഷേ ഈ പറയുന്ന വിദ്യാഭ്യാസത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഔട്ട് റേറ്റ് വരുന്നത് ശരിക്കും പറഞ്ഞ തീരദേശ മേഖലയിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പം അതിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഇതാണ്, വിദ്യാഭ്യാസ കരിക്കുലത്തിൽ കടലില്ല എന്നുള്ളതാണ്. അപ്പം ഇത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പൊതുവിദ്യാഭ്യാസ കരിക്കുലത്തിൽ കടലില്ല പ്രാഥമികമായും. രണ്ടാമത്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടായിരിക്കും ഈ പൊതുസമൂഹം കടലിന് നേർക്ക് മുഖം തിരിഞ്ഞ് നിൽക്കുന്നതെന്നുള്ളതാണ്. അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന നമ്മൾ എന്ത് തരം പോളിസി നിർമ്മാണങ്ങൾ ഉണ്ടായാലും അവിടെ എല്ലാം പഠനങ്ങൾ ആവശ്യമാണെന്നുള്ളതാണ്. നമ്മളിപ്പം ഒരു ജനതയ്ക്ക് സപ്പോർട്ടിന് ആവശ്യമാണ് ഒരു ജനതയ്ക്ക് എന്ന് പറയുമ്പോൾ ആ ജനതയെക്കുറിച്ചുള്ള കൃത്യമായ പഠനങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പം തീരദേശ മേഖലയെക്കുറിച്ചും പഠനങ്ങളുണ്ട്. പക്ഷെ ആരാണ് പഠിക്കുന്നതെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവർ കടലുമായി ബന്ധമില്ലാത്ത ആളുകളായിരിക്കാം, അല്ലെങ്കിൽ കടൽ സമൂഹത്തിൻ്റെ ശരിക്കുള്ളൊരു കോർ മനസ്സിലാവാത്ത ആളുകളായിരിക്കും. അപ്പം അവർ ചിലപ്പോൾ അവരുടെ ലാംഗ്വേജ് തന്നെ മനസ്സിലാവാത്ത ആളുകളായിരിക്കും, അവരുടെ ജീവിത പരിസരം എങ്ങനെയാണെന്ന് മനസ്സിലാവാത്ത ആളുകളായിരിക്കും. എന്നാൽ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പഠനങ്ങൾ വന്നാലോ, ഫോർ എക്സാമ്പിൾ ഞാൻ പഠിക്കുകയാണ്, ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയാണ്,
ഞാൻ എൻ്റെ വീട്ടുകാരെ കുറിച്ചായിരിക്കും മേ ബി പഠിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള ആളുകൾ. എനിക്ക് അതിനകത്ത് ഈ പറയുന്ന പോലെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻട്രസ്റ്റ് എനിക്ക് വച്ചു കൊടുത്തേണ്ട കാര്യം ഉണ്ടാകത്തില്ല. ബിക്കോസ് എൻ്റെ ജീവിത പരിസരമാണ്. അപ്പം ഞാൻ അതിനകത്ത് പറയുന്നത് കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും, കുറച്ചുകൂടി റിയൽ ആയിരിക്കും, റിയൽ എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും ഞാൻ പറയുന്നത്. ഇപ്പം മത്സ്യത്തൊഴിലാളി കാണാതായ ജോണിന്റെ മകൾ സംസാരിക്കുന്ന സമയത്തൊക്കെ ആ കുട്ടി ശരിക്കും പറഞ്ഞ റിയൽ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് പറയുന്നത്. റിയൽ എക്സ്പീരിയൻസ് ആണ് അത്. ചിലപ്പം പുറത്തിരുന്ന് കാണുന്ന ആളുകൾക്ക് അഹങ്കാരമായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. ആ കുട്ടി നേരിടുന്ന, കുട്ടി ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ആ കുട്ടി വ്യക്തിപരമായി എന്നുള്ളതിനപ്പുറം കമ്മ്യൂണിറ്റി അവർ പറയുന്നുണ്ട് 2017 ഓക്കെ മുതൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതാണ് സംഭവം. അപ്പം അവര് തന്നെ പറയുമ്പോ അതിനകത്തൊരു റിയൽ സാധനം ഉണ്ട്. അത് പക്ഷെ സമൂഹം മനസ്സിലാക്കുന്നത്, സമൂഹത്തിലേക്ക് അത് കൺവേ ചെയ്യപ്പെടുന്നത് അഹങ്കാരമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള. ഇപ്പം പറയട്ടെ, 2017 ഓക്കെ നടക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു 15 ദിവസം മുഖ്യമന്ത്രി, ആ സമയത്തുള്ള മുഖ്യമന്ത്രി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിരുന്നില്ല. പിന്നീട് അതിനുശേഷം വന്നപ്പോൾ ആളുകൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, കാറിലൊക്കെ അടിച്ചിട്ട് വന്നിറങ്ങി അതേ പാടില്ല, ആ സെക്കൻഡിൽ തന്നെ തിരിച്ചു പോകേണ്ടി വന്നു. എനിക്ക് തോന്നുന്നു വേറെ ഏതെങ്കിലും സമയത്ത് കേരളത്തിന് ഏതെങ്കിലും മുഖ്യമന്ത്രിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവത്തില്ല, തിരിച്ചുപോയി. പക്ഷെ അതിനെ വ്യാഖ്യാനിച്ചത് ഭയങ്കര വൃത്തികെട്ട രീതിയിലായിരുന്നു ആളുകൾ. കടപ്പുറത്ത് ഇപ്പോഴും അത് ആവർത്തിക്കുന്നുണ്ട് പറയുന്നത്, കടപ്പുറത്തല്ലേ പോയാൽ ഈ തോട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള. ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ കടൽ സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ഈ പഠനങ്ങൾക്ക് ഈ പോലെയുള്ള തമസ്കരണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ടോ? അതെ, ഉറപ്പായിട്ടും. അക്കാദമിക ആ സ്പേസിനുള്ളിൽ ഈ പറയുന്നത് പോലെ ഒന്നാമത്തെ കാര്യം, ഇതാരാണ് ഇതിനെ വാലുവേറ്റ് ചെയ്യുന്നത് ആരാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം ഞാൻ കടലിനെ കുറിച്ച് പഠിക്കുന്നു, ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇപ്പം ക്വാളിറ്റേറ്റീവ് റിസർച്ച് അടക്കം പറയുമ്പം ഈ പറയുന്നത് പോലെ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള വികാരങ്ങൾ, നമ്മുടെ ഇമോഷണൽ കാര്യങ്ങളൊന്നും അതിനകത്ത് വർക്കാവാൻ പാടില്ല. അപ്പോൾ ഭയങ്കര ഒബ്ജക്റ്റീവായിരിക്കണം എന്നൊക്കെ. അതെങ്ങനെ വർക്ക് ചെയ്യാണ്ടിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ ഇമോഷൻ കൂടിയാണത്, നമ്മുടെ ഇമോഷൻ കൂടിയാണ്. പക്ഷെ അത് ഈ പറയുന്ന പോലെ പലപ്പോഴും ഞാൻ പല കൂട്ടുകാരോട് സംസാരിക്കുമ്പോഴൊക്കെയും ഈ പറയുന്നത് പോലെ അവർക്ക് ഈ പറയുന്ന പോലെ ഒക്കെ ഇത് ഏതെങ്കിലും തരത്തിലൊരു ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് പ്രൊജക്ട് ചെയ്യുന്ന നിലയിൽ ഈ പഠനം മാറിയിട്ടുണ്ടോ എന്നുള്ള സംശയം ഈ പറയുന്ന അക്കാദമികമായിട്ടുള്ള ആളുകൾ വച്ചു പുലർത്തിയിട്ടുള്ളതായിട്ട് ഞാൻ പുതിയ തലമുറ ആക്ച്വലി മാറി ചിന്തിക്കുന്നുണ്ട്. അവര് പുതുതായിട്ട് നോളജ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അവരുടേതായ രീതിയിൽ. അത് ഈ പറയുന്ന ലിറ്ററേച്ചർ ആവട്ടെ, സയന്റിഫിക് ആയിട്ടുള്ള പഠനങ്ങളാവട്ടെ, നമ്മൾ കടലിനെ കുറിച്ച് തന്നെ വിദ്യാർത്ഥികൾ തന്നെ അവര് ഏതെങ്കിലും വിഷയം എടുത്ത് പഠിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ കടലിനെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് അവർ അവരുടേതായ രീതിയിൽ ആ ഒരു സ്പേസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അത് നമുക്ക് ഒരിക്കലും തടഞ്ഞു വെക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ അതിനെ പൊതുസമൂഹം ഇപ്പൊ അംഗീകരിക്കേണ്ട ഒരു നിർബന്ധിതമായിട്ടുള്ള ഒരു ഇതിലോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലാണ്ട് ഈ പറയുന്ന പോലെ കുറച്ച് സ്പേസ് പൊതുസമൂഹം തന്നെ കൊടുക്കുന്നത് പോലെ ഉണ്ടാക്കി കൊടുക്കുന്നതല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇപ്പൊ കഴിഞ്ഞ 10 വർഷത്തെ ഒരു കണക്ക് ഇപ്പോൾ സർക്കാരിൻ്റെതായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഇതുവരെ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 469 കടൽപ്പണിക്കാരാണ് മരിച്ചത്, 160 പേരെ കാണാതായി. അത് മുതലപ്പുഴയിൽ മാത്രം 85 പേരാണ് മരിച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ കണക്കാണ്, ഇതിനേക്കാളും കൂടുതലായിരിക്കും എന്തായാലും യഥാർത്ഥ സംഖ്യ. ഇപ്പോൾ തീരദേശ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കടലാവാസ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങളൊക്കെ വളരെ ടെക്നോളജിക്കലായിട്ടുള്ള വളരെയധികം വികസിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ആ ടെക്നോളജിക്കൽ വികാസമോ ശാസ്ത്രീയമായിട്ടുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങളോ കടൽ പണിക്കാരുടെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതല്ല ഈ കണക്ക് തെളിയിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ഈ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ മരണപ്പെടുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ശരിക്കും കടപ്പുറത്താണെന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. അതായത് നമ്മളൊരിക്കലും നമുക്ക് ജീവന അപകടമുള്ള സ്ഥലത്ത് എന്തായാലും പോയി തൊഴിൽ ചെയ്യൂല. ഞാനൊരു സ്ഥലത്ത് ജോലി ചെയ്യാൻ പോകുന്നു, അവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ ജീവൻ അപകടത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നാൾ പോയിട്ട് നിർത്തുക എന്നുള്ളതാണ് സാധാരണ മനുഷ്യരെല്ലാം ചെയ്യുന്നത്. പക്ഷെ ഇവിടെ വർഷങ്ങളായി, ഇപ്പം 10 വർഷത്തെ കണക്ക് ഗവൺമെന്റ് പുറത്തുവിട്ട കണക്കുണ്ട്. എന്നാൽ ഇതിനേക്കാളും വ്യത്യസ്തമാണ് കോസ്റ്റൽ പോലീസിന്റെ കയ്യിലുള്ള കണക്ക്. കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ അവരൊരു വിവരാവകാശം കൊടുത്തിട്ട് കോസ്റ്റൽ പോലീസിന്റെ ആസ്ഥാനത്ത് നിന്ന് കൊച്ചിയിൽ നിന്ന് എടുത്തപ്പോൾ അവർ 578 സംതിങ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. 2015 മുതൽ 2025 വരെയുള്ള. കാരണം കടലിൽ ഈ അപകടത്തിൽപ്പെട്ട് മരിച്ചു കഴിഞ്ഞാൽ FIR ഇടണം കോസ്റ്റൽ പോലീസിൽ പോയിട്ട്, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട്. അപ്പം സർക്കാർ ഇപ്പോൾ പുറത്തുവിട്ട കണക്കിനേക്കാളും വ്യത്യാസമുണ്ട്. എന്നാൽ പറഞ്ഞതുപോലെ റിയൽ ആയിട്ടുള്ള കണക്ക്. അപ്പൊ എങ്ങനെ പോയാലും ഒരു വലിയ സംഖ്യ തന്നെയുണ്ട്. ഒരു വർഷം മിനിമം കടലിൽ കാണാതാവുകയോ മരണപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ഒരു വലിയ സംഖ്യ തന്നെയുണ്ട്. അപ്പം
ഇതെല്ലാ കാലങ്ങളിലും ഇങ്ങനെ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കടലിൽ അവർ തൊഴിലെടുക്കാൻ പോകുന്ന സ്ഥലത്ത് തന്നെ മരണപ്പെടുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഞാൻ പറയാം, ഇപ്പം ഈ മൺസൂൺ സമയത്ത് ആണ് സാധാരണ കടലിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത്. പക്ഷെ പണ്ട് കാലത്തൊന്നും അവർക്ക് ഈ പറഞ്ഞ പോലെ ആളുകൾ മരണപ്പെടുക എന്നുള്ളത് വളരെ വിരളമായിരുന്നു. ഞാൻ പറയും, ഈ ഒരു മെക്കനൈസേഷൻ ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ വരെയൊക്കെ ഒരു കൂടുതലും കട്ടമരങ്ങൾ പോലുള്ള അപകട സാധ്യത വളരെ കുറഞ്ഞ ഉപകരണങ്ങളാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപകടമില്ല കപ്പൽ എന്നൊക്കെയാണ് കട്ടമരത്തെ ആളുകൾ തന്നെ പറയുന്നത്. കാരണം അവിടെ വലിയ കാറ്റടിച്ച് മരം മറിഞ്ഞു പോയാൽ അത് താഴ്ന്നു പോകത്തില്ല, അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് തന്നെ കിടക്കും. അവർക്ക് തന്നെ അതിനെ തിരിച്ചിട്ടിട്ട് അവർക്ക് ഇത് യൂസ് ചെയ്ത് വരാനൊക്കെ പറ്റും. അപ്പം മൺസൂൺ സമയത്തും അപ്പം മൺസൂൺ സമയത്ത് സാധാരണ അപകടങ്ങൾ കൂടുതൽ നടക്കാറുണ്ട് എന്നുള്ളതാണ്. പക്ഷെ 2017 ഓഖി മുതൽ ഇങ്ങോട്ട്, ഓഖിയാണ് കേരളത്തിന്റെ അറബിക്കടലിൽ ആദ്യമായിട്ട് ഉണ്ടാകുന്ന സൈക്ലോൺ. അതിന് മുന്നേ സൈക്ലോൺ ഉണ്ടായിട്ടേ ഇല്ല. അപ്പം ഓഖി മുതൽ ഇങ്ങോട്ട് എല്ലാ വർഷവും മിനിമം 1-2 സൈക്ലോണുകൾ വീതം കേരളത്തിന്റെ തീരക്കടലിൽ സംഭവിക്കുന്നുണ്ട്. അത് ഈ പറയുന്ന പോലെ എല്ലാ വർഷവും നമ്മൾ ആ ഓഖി 2017 മുതൽ ഇങ്ങോട്ടുള്ള ഡാറ്റ എടുത്ത് കഴിഞ്ഞാൽ എല്ലാ വർഷവും മിനിമം സൈക്ലോൺ സംഭവിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ പറയുന്നത് പോലെ വിചാരിക്കാത്ത നിലയിലുള്ള എക്സ്ട്രീം ആയിട്ടുള്ള ഈ പറയുന്ന കടൽ ഈവൻറ്റുകളൊക്കെ സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവിടെ എല്ലാം ആളുകൾ അപകടത്തിൽ പെടുന്നുണ്ട്. ഈ അപകടത്തിൽ പെടുന്നത് ഏറ്റവും കൂടുതൽ, നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലുള്ള കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് തീരക്കടലിലാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓടിച്ചെല്ലാൻ കഴിയുന്ന ഒരു 4-5 കിലോമീറ്ററോ അല്ലെങ്കിൽ ഈ ഏറ്റവും അടുത്ത കടലിലാണ്. നമുക്ക് ഇപ്പം ഈ മുതലപ്പുഴയിൽ കാണാതായ 2 പേരുടെ അവര് കല്ലിൽ പിടിച്ച് കുറെ നേരം കിടന്നു എന്നാണ് അവിടുത്തെ ആളുകൾ അത് കാണുന്നുണ്ട്. അവർ കല്ലിൽ പിടിച്ച് കിടക്കുന്ന ആളുകൾ കാണുന്നുണ്ട്. അവർക്ക് അവരുടെ തന്നെ ഫാമിലിയിലെ ഒരു പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ എടുക്കുന്നത് ഞാൻ കണ്ടപ്പം ഇവര് കാണുന്നുണ്ട്, കോസ്റ്റൽ പോലീസ് അടക്കം കാണുന്നുണ്ട് കല്ലിൽ പിടിച്ച് കിടക്കുന്നത്. അപ്പം അവിടെ വന്ന് ആ സമയത്ത് അതിലെ കൂടെ പോയതോ വിദേശ സഞ്ചാരികൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്നാ ഒരു പോലീസിനോട് തന്നെ നിങ്ങൾക്ക് ആ ലൈഫ് ജാക്കറ്റ് കൊണ്ട് അങ്ങോട്ടേക്ക് പോയിട്ട് ഒന്ന് ഇട്ട് കൊടുത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ അവർ ഇവരോട് പറയുന്നത് എന്നാൽ നിങ്ങൾ പോയി ഇട്ട് കൊടുക്കും, ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, നിങ്ങൾ കടൽ കാണുന്നില്ല എന്നുള്ള. ഞാൻ പറയുന്നത് ഈ അപകടങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന അപകടങ്ങളാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ പോലും ഈ 2017 മുതൽ ഓഖി വിചാരിക്കാത്ത സമയത്ത് വന്നതാണ്. അവിടെ അത്രയും മത്സ്യത്തൊഴിലാളികൾ മരണപ്പെടാനും കാണാതെ കാരണം സ്റ്റേറ്റിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുള്ള മുഴുവനായിട്ടുള്ള വീഴ്ചയാണ്. ഈ പറയുന്നത് പോലെ ഓഖി സംഭവിക്കുന്ന സമയത്ത് കടലിൽ കിടന്നിട്ട് മത്സ്യത്തൊഴിലാളി വിളിച്ച് ചോദിക്കുകയാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാർ എന്ന് സ്റ്റേറ്റിനോട് വിളിച്ച് ചോദിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എനിക്കറിയാം ആ ചേട്ടൻ, തുമ്പയിലുള്ള ചേട്ടനാണ്, ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് ഇല്ല, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല, നമുക്ക് അങ്ങനത്തെ ഒന്നും നമ്മളങ്ങനൊന്നും കാണുന്നില്ല എന്നാണ് പറയുന്നത്, കരയിൽ നിന്നിട്ടുള്ള സാങ്കേതിക വിദഗ്ധർ പറയുന്നത്. എന്നിട്ടും അപകടത്തിൽ പെട്ടിട്ട് പുള്ളിക്കാരെ തിരിച്ചു വന്നിട്ടാണ് ഈ കഥ പുറം ലോകത്തോട് പറയുന്നത്. അപ്പം അത് ശരിക്കും പറഞ്ഞ ആളുകൾ, എൻ്റെ അച്ഛനടക്കം ഓക്കിയുടെ അന്ന് കടലിൽ പോയിട്ട് എന്തോ പന്തികേട് കണ്ടിട്ട് തിരിച്ചു വന്ന ആൾക്കാരാണ്. അന്ന് നമ്മളീ പറയുന്ന പോലെ ആളുകൾ ഈ സാധനം കണ്ടിട്ട് പോയി അതിന്റെ വായിലോട്ട് പോയി വീണ് കൊടുക്കുന്ന ഒന്നുമല്ല. ഓഖിയുടെ അന്ന് ഉണ്ടാവുന്ന അന്ന് പണിക്ക് 80% മത്സ്യത്തൊഴിലാളികൾ കരയിലോട്ട് തിരിച്ചു വന്നു. അവർ ഈ കാറ്റ് ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ ഓക്കെ ഇത് ഭയങ്കര ചേലികേട് ഉണ്ടാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഓടി വന്ന ആളുകളാണ്. ഇവിടെ അതിനകത്ത് അപകടപ്പെട്ട ആളുകൾ ബാക്കി 20% ആളുകൾ മാത്രമാണ്. അവരുടെ കണക്കാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പൊ എത്രമാത്രം ആളുകൾ അപ്പൊ അതവിടെ ഇൻഡിജിനസ് ലോക്കൽ നോളജ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. പക്ഷെ എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിൽ ഈ പറയുന്ന പോലെ ഈ കാലാവസ്ഥ വ്യതിയാനം അടക്കം എക്സ്ട്രീം വെതർ ഈവൻസ് ഉണ്ടാകുന്ന അടക്കം അത് പല കാര്യങ്ങളും അവരുടെ കണക്കുകൂട്ടൽ തെറ്റിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ സമയം മുതൽ അത് അവരുടെ ഞങ്ങളെപ്പോഴും പറയും കേരളത്തിലെ മത്സ്യത്തൊഴിലാളിയുടെ ഉപജീവന ചരിത്രത്തിന്റെ നടുക്ക് വച്ച് കയറിയ ഒരു രേഖയാണ് ഓഖി. നമ്മൾ മത്സ്യത്തൊഴിലാളി ജീവിതത്തിൽ ഓഖിക്ക് മുന്നേ ശേഷം ഒന്ന് നമ്മൾ വേർതിരിക്കേണ്ടി വരും. കാരണം ഓഖിക്ക് മുന്നേ വരെയാണെന്നുണ്ടെങ്കിൽ എത്ര വലിയ കാറ്റ് കൊണ്ട് എന്നുള്ള രീതിയിൽ വന്നാലും ആൾക്കാർ കടലിൽ പോവും, അവര് തിരിച്ചു വരികയൊക്കെ ചെയ്യും, ചില ആൾക്കാർ അപകടത്തിൽപ്പെടും. പക്ഷെ ഓഖി വന്നതിന് ശേഷം അവർക്ക് ഈ പറയുന്ന പോലെ കടലൊന്നും പൊങ്ങുമ്പോൾ തന്നെ അവർക്ക് പേടിയാണ്. അവരുടെ ആ ഒരു നോളജ് ഐഡന്റിറ്റിനെ തന്നെ അത് നല്ലപോലെ ഈ സാധനം ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം, അന്നു മുതൽ തന്നെയും ആളുകൾ നിരന്തരമായി സിസ്റ്റത്തോട് ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം,
ഞങ്ങൾക്ക് ഞങ്ങളുടെ രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. ഇവൻ ഓഖിയിൽ റെസ്ക്യൂ അത്രയും ബലവത്തായി നടക്കാൻ കാര്യം മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. അതിൽ ഓഖിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ രക്ഷപ്പെടുത്തിയത് മത്സ്യത്തൊഴിലാളികളാണ്. ആക്ച്വലി ഈ പറഞ്ഞ നേവിയും അവരൊക്കെ മത്സ്യത്തൊഴിലാളി രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ആളുകളെ പിടിച്ചിട്ടാണ് ഇവർ ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഈ റെസ്ക്യൂ നടക്കും. ഇപ്പോൾ ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് ആദ്യം ഈ പറയുന്ന അപകടം ഉണ്ടാവാതിരിക്കാനുള്ള ഏർലി വാർണിംഗ് സിസ്റ്റം എഫിഷ്യൻ്റ് ആക്കണം. അത് മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായി, ഞങ്ങൾക്ക് വലിയ കാറ്റും കടലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ സൈക്ലോൺ ആദ്യമായിട്ടാണ് അവരുടെ ജീവിതത്തിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് അവിടെ ഉണ്ടാവുന്നുണ്ട് എന്ന് നിങ്ങൾ ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടേനെന്നാണ് ആളുകൾ പറയുന്നത്. ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് ഏർലി വാർണിംഗ് ആ സിസ്റ്റം എഫിഷ്യൻ്റ് ആക്കണമെന്ന് അന്ന് ആളുകൾ പറയുന്നുണ്ട്. പിന്നെ ദുരന്തം ഉണ്ടാവുന്ന സമയത്ത് ഏറ്റവും പ്രധാനം ആ ഗോൾഡൻ അവേഴ്സിലുള്ള രക്ഷാപ്രവർത്തനമാണ്. ആദ്യത്തെ 2-3 മണിക്കൂർ ആളുകൾക്ക് അവരുടെ ചെറുത്ത് നിൽക്കാനുള്ള അവരുടെ കഴിവ് ഭയങ്കര കൂടുതലാണ്. ഓഖിയിൽ 7-8 ദിവസം കടലിൽ ഒന്നുമില്ലാണ്ട് നീന്തിയിട്ട് തിരിച്ചു വന്ന ആളുകൾ. ജോൺ തന്നെ അങ്ങനെ തിരിച്ചു വന്ന ആളാണ് അയാൾ. എനിക്കൊന്ന് ജോൺ 3-ാമത്തെ തവണയാണ് അപകടത്തിൽപ്പെടുന്നത്. കല്യാണത്തിന് മുമ്പ് പോയിട്ട് 7 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഓഖിയിൽ 4 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇതിപ്പം അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ അവരുടെ കുടുംബക്കാർ ഇപ്പോഴും അയാളെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം ആളുകൾക്ക് അപ്പോൾ അവർക്ക് ചെറുത്ത് നിൽക്കാൻ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിജീവിക്കാനുള്ള കഴിവ് അവർക്ക് സ്വന്തമായിട്ടുണ്ട്. പക്ഷെ അതിന്റെ കൂടത്ത് സിസ്റ്റം കൂടി അവരെ ഹെൽപ്പ് ചെയ്യണ്ടേ. അപ്പൊ അതുകൊണ്ടാണ് അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യത്തെ 2-3 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഏറ്റവും അടുത്ത സമയത്ത് രക്ഷാപ്രവർത്തനം നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങളിപ്പം ഏറ്റെടുത്ത് നോട്ടീസ് ചെയ്ത ആളുകൾ ഏറ്റവും കൂടുതൽ സ്ട്രോക്ക് വന്നിട്ട് കടലിൽ വെച്ചിട്ട് സ്ട്രോക്ക് വന്നിട്ട് മരണപ്പെടുന്നുണ്ട്. അപ്പം അവർ ഉള്ളിൽ പണിയതുകൊണ്ടിരിക്കുമ്പോൾ സ്ട്രോക്ക് വന്നു. അപ്പോൾ സ്ട്രോക്ക് വന്നാൽ ആദ്യം നമ്മൾ അയാളെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയും ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ എത്രത്തോളം ലേറ്റ് ആകും അത്രത്തോളം അപകട സാധ്യത കൂടുതലാണ്. ഇപ്പൊ ഞങ്ങളിപ്പോ നോക്കുമ്പോൾ മിക്കവാറും ഈ പറയുന്ന പോലെ കടലിൽ വെച്ചിട്ട് സ്ട്രോക്ക് വരുന്നുണ്ട്. ഇവർ ഇത്രയും ദൂരത്ത് പണിയതുകൊണ്ടിരിക്കുമ്പോൾ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അത്തരത്തിലുള്ള ആ സമയങ്ങളിലൊക്കെ ആൾക്കാരിലോട്ട് അടുത്തോട്ട് സിസ്റ്റം എത്തേണ്ടതുണ്ട്. നമ്മൾ ഈ പറയുന്ന മൊബൈൽ ആംബുലൻസുകളുടെ അടക്കം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മൾ അതിന്റെ ഇതിലാണ്. അപ്പം ആളുകളുടെ അടുത്തോട്ട് സിസ്റ്റം എത്തണം. ആ രീതിയിൽ മാറ്റം ഉണ്ടാവണമെന്ന് ആളുകൾ പറയുന്നുണ്ട്. ഇതുവരെ ഒരു തരത്തിൽ പോലും അത്തരത്തിലുള്ള സാധനം ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇനി ഇത്തരത്തിൽ അപകടം ഉണ്ടാവാതിരിക്കാൻ എന്ത് തരം കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ നടപടി സ്വീകരിക്കണം എന്നുള്ള അത് പഠനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 2017 ഓഖി ഉണ്ടായിട്ട് ഇപ്പൊ 9 വർഷമാവും. തൊട്ടടുത്ത വർഷം 2018 പ്രളയം ഉണ്ടായി ഉടനെ തന്നെ ഒരു കമ്മീഷനെ നിയോഗിച്ചു ഗവൺമെന്റ്. എന്തുകൊണ്ടാണ് പ്രളയം ഉണ്ടായത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് കാരണമായത്, ഇനി ഒരു പ്രളയം ഉണ്ടാവാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് പഠിക്കാൻ ഒരു കമ്മീഷനെ വെച്ചു. 6 മാസത്തിൽ ഒരു കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുകയും അത് ഗവൺമെന്റ് പല ശുപാർശകളും എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് വരെ 9 വർഷമായി ഓഖി വന്നു ഇന്ന് വരെയും എന്തുകൊണ്ടാണ് കേരളത്തിന്റെ അറബിക്കടൽ ചൂടാവുന്നത്, അല്ലെങ്കിൽ അറബിക്കടലിൽ ഇന്ന് വരെയും ഓഖി ചുഴലിക്കാറ്റുകളൊന്നും ഉണ്ടാവാത്ത കേരളത്തിന്റെ തീരത്ത് എങ്ങനെയാണ് ഈ സാന്നിധ്യം ഉണ്ടാകുന്നതെന്ന് ഇന്ന് വരെയും ഒരു പഠനവും നടന്നിട്ടില്ല. അല്ലെങ്കിൽ ഇനി ഇത്തരത്തിലുള്ള എക്സ്ട്രീം വെതർ ഈവൻസ് കാരണം പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിൽ നമുക്ക് സിസ്റ്റത്തിന് അവിടെ ഇന്ന് ഒരു ആക്ഷൻ പ്ലാനും ഇല്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ ദുരന്തം വന്നപ്പോഴേ ആദ്യത്തെ അവേഴ്സിൽ ഇവർക്ക് അല്ലെങ്കിൽ ആദ്യത്തെ 1-2 ദിവസങ്ങൾക്ക് വളരെ നിഷ്ക്രിയരായിട്ടിരിക്കാൻ പറ്റുന്നത് അവരുടെ കയ്യിൽ ഒരു ആക്ഷൻ പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഇവർ പറയുന്ന പോലെ ഈ പറയുന്നത് ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ യൂണിയൻ സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയൊക്കെ വികസന പദ്ധതികൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കടലൊരു ചൂഷണാധിഷ്ഠിതമായിട്ടുള്ള ധനസ്രോതസ്സായിട്ട് മാറുന്നതായിട്ട് കാണാം. പ്രത്യേകിച്ച് കോർപ്പറേറ്റുകളുടെ ഒരു വിഭവാധികാര ഏരിയ ആയിട്ട് കടൽ സമീപകാലത്ത് മാറിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഏറ്റവും പുതിയ ഒരു തുടർച്ച എന്നുള്ള സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ബഡ്ജറ്റിൽ, പുതിയ സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ ഈ മിഷൻ സമുദ്ര എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്റ്റ് 400 കോടി രൂപയുടെ, അതുപോലെ 150 കോടി രൂപയുടെ ക്രിട്ടിക്കൽ മിനറൽസ് കോറിഡോർ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി. അതെല്ലാം ഫലത്തിൽ മാത്രമല്ല അതിൽ പറയുന്നത് കേരളത്തിനെ ഒരു തുറമുഖ നഗരമാക്കുന്നതാണ്. അതായത് ഒരു വിഴിഞ്ഞം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തുറമുഖം വന്നതുകൊണ്ടുണ്ടായിട്ടുള്ള കെടുതികൾ നമ്മൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തീരങ്ങൾ പോലും ഇല്ലാതാകുന്നു. അവിടുത്തെ ആ ജീവിത വ്യവസ്ഥ തന്നെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ഇത്തരം പദ്ധതികളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പാർശ്വവൽക്കരണത്തെ, കടൽ പണിക്കാരുടെ പാർശ്വവൽക്കരണത്തെ എങ്ങനെയാണ് കൂടുതൽ രൂക്ഷമാക്കാൻ പോകുന്നത് ഈ പ്രൊജക്റ്റ്? കടലുമായി ബന്ധപ്പെട്ട് ആളുകൾ അവിടെ ജീവിക്കുന്നുണ്ട്. അപ്പം ആളുകളുടെ ജീവിതം സുരക്ഷിതമാക്കുക എന്നുള്ളത് ഒരു സ്റ്റേറ്റിൻ്റെയും, അതിപ്പം സംസ്ഥാന ഗവൺമെൻറ്റിനെ പറഞ്ഞാലും ഈ പറയുന്ന കേന്ദ്രത്തിനെ പറഞ്ഞാലും സ്റ്റേറ്റ് എന്ന രീതിയിൽ പറയുമ്പോൾ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമായി അത് മാറുന്നില്ല ആളുകളുടെ ജീവിതം സംരക്ഷിക്കുക എന്നുള്ളത്. കാരണം അത് ഇത്തിരി
പണം എന്താ പറയുക പണച്ചിലവുള്ള പരിപാടിയാണത്. ഈ പറയുന്ന പോലെ ആധുനിക ഉപകരണങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ആളുകൾക്ക് വേണ്ടുന്ന നഷ്ടപരിഹാരം കൊടുക്കണം. ഇതൊക്കെ പൈസ ചിലവുള്ള കാര്യങ്ങളാണ്. സർക്കാരിന് അതുകൊണ്ട് എന്ത് നേട്ടം, പണപരമായി എന്ത് നേട്ടമാണ് ഉള്ളതെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ആളുകളുടെ ജീവിതം സുരക്ഷിതമാകുന്നു, എക്കോണമിയിൽ അത് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനൊക്കെ അപ്പുറത്തേക്ക് വളരെ ഷോർട്ടായിട്ട് എങ്ങനെയാണ് തിരിച്ചൊരു ഇക്കണോമിക് എന്താ പറയുക ലാഭം ഉണ്ടാകുന്നു എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത് ആക്ച്വലി. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഈ ലൈഫ് ജാക്കറ്റ് ആളുകൾക്ക് സാധാരണ ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഉള്ള ഇപ്പോൾ ഉള്ള ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് അത് ഇട്ടുകൊണ്ട് പണി ചെയ്യാൻ പറ്റത്തില്ല. സിമ്പിൾ. അതുകൊണ്ടാണ് അവർ ആ ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കാണ്ട് മാറ്റി നിർത്തിയിരിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന പോലെ ആധുനിക രീതിയിലുള്ള ലൈഫ് ജാക്കറ്റ് ഇപ്പം ഫ്ലൈറ്റിലകത്തൊക്കെ യൂസ് ചെയ്യുന്ന ലൈഫ് ജാക്കറ്റ് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പക്ഷെ ഇതിൻ്റെ 4-5 ഇരട്ടി പൈസ കൊടുക്കേണ്ടി വരും. അപ്പം ആ പൈസ മുടക്കാൻ ഗവൺമെൻറ്റിന് പറ്റത്തില്ല. കാരണം ഇവരുടെ ജീവിതങ്ങൾ ഇവരുടെ ജീവിതം സുരക്ഷിതമാകുന്നത് നമ്മൾ ഇത്രയും പൈസ മുടക്കി ഇവരുടെ ജീവിതങ്ങൾ സുരക്ഷിതമാക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. എന്നാൽ കടലിൽ പോയിട്ട് ഖനനം നടത്തുമ്പോഴത്തേക്ക് പെട്ടെന്ന് പൈസ കിട്ടും. അതിനിപ്പം കൂടുതൽ ഇത് ചെയ്യേണ്ട കാര്യമില്ല. ആരെങ്കിലും കമ്പനിനെ ഏൽപ്പിച്ചാൽ മതി. സാമ്പത്തിക ലാഭം മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ടുള്ളൊരു നോക്കിക്കാണലിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതികൾ അവതരിപ്പിക്കപ്പെടുന്നത്. സതീശൻ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് കടലിൻ്റെ മക്കൾക്ക് ഞങ്ങൾ കൊടുക്കുമെന്ന് എഴുതി വച്ചിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അതായത് അവര് ആ ഒരു പരാമർശം മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യാവകാശപരമായി കടലിന്റെ മക്കളെ സൂചിപ്പിച്ചിരിക്കാൻ പുതിയ ഗവൺമെന്റ് ലാസ്റ്റ് ബജറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് അത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ബാക്കി മുഴുവനും ഈ പറയുന്നത് പോലെ കടൽ ജനതയെ എന്താ പറയാ ഡയറക്റ്റ് നമ്മൾ നോക്കുമ്പോൾ കടൽ ജനതയല്ല അത് ബാധിക്കുന്നത്, കടലിനെയാണ്. കടലിൽ നിന്നിട്ട് കടലിൽ നല്ല ധാതു നിക്ഷേപമുണ്ട്. അത് സ്റ്റേറ്റിന്റെ വികസന പരിപാടിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സ്റ്റേറ്റ് വികസിക്കേണ്ടത് എല്ലാവരുടെ ആവശ്യമല്ലേ? സ്റ്റേറ്റ് വികസിക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? അതിന് ഞാൻ പറയുന്നത് ഈ വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യം പറയുമ്പോൾ പോലും ഈ പൊതുസമൂഹം വിഴിഞ്ഞത്ത് കപ്പൽ വന്നതിനെ അടക്കം കൊണ്ടാടി. അതൊരു മാതൃക മോഡൽ പ്രൊജക്ട് ആയിട്ടാണ്. അവിടെ സമരം നടത്തിയ ആളുകളെ പൊതുസമൂഹം എമ്പാട് ഒരുമിച്ച് നിന്നിട്ടാണ് രാജ്യദ്രോഹികൾ വികസന വിരുദ്ധരായിട്ട് മുദ്ര കുത്തിയത്. അത് സ്റ്റേറ്റ് ഗവൺമെന്റുകളും സംവിധാനങ്ങളും മാത്രമല്ല, പൊതുസമൂഹം ആകമാനവും. അപ്പോഴെല്ലാം പൊതുസമൂഹം പറയുന്നത് ആ വോട്ട് വന്നാൽ വികസനം വരുമല്ലേ എന്നുള്ളതാണ്. വികസനം ആരുടെ വികസനമാണ് സർ? അവിടെ ഒരു തുറമുഖം വരുന്നതിലൂടെ കുറച്ചധികം മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങൾ പൂർണ്ണമായി കടലെടുത്ത് പോയി. അപ്പൊ അവർക്ക് എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഇതെല്ലാം ഒരു ഭൂരിപക്ഷത്തിന് ഇത് എങ്ങനെയാണ് ഉതകുന്നത്? ഭൂരിപക്ഷത്തിന് അവർക്ക് ഗുണപരമായി കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ കാര്യം മുഴുവൻ നോക്കി കാണപ്പെടുന്നത് എന്നുള്ളതാണ്. ഇപ്പം മിഷൻ സമുദ്ര എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ കടലിൽ നിന്ന് ഇത്രയധികം ശരിക്കും പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം ബ്ലൂ ഇക്കോണമി എന്ന് പറയുന്ന ആ ഒരു വലിയൊരു ബ്രോഡായിട്ടുള്ള പ്രവർത്തന പദ്ധതിയുടെ ഭാഗമാണ്. അത് ആഗോള മുതലാളിത്തത്തിന്റെ ഒരു സന്തതിയാണ് ബ്ലൂ ഇക്കോണമി എന്ന് പറയുന്നത്. അതിപ്പം UN അടക്കമുള്ള സംവിധാനങ്ങൾ ബ്ലൂ ഇക്കോണമി സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു കണ്ണി മാത്രമാണ്. ഇത് ഒരു ആഗോള പ്രവർത്തന പദ്ധതിയുടെ, അതായത് നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ മൊത്തത്തിൽ ചൂഷണം ചെയ്യുന്ന മുതലാളിത്തം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ആഗോള പദ്ധതിയുടെ ഒരു പ്രോഡക്റ്റ് മാത്രമാണ് ബ്ലൂ ഇക്കോണമി എന്ന് പറയുന്നത്. അത് എല്ലാ ലോകരാജ്യങ്ങളും ഈ ഇതിനകത്ത് വരികയും ഈ ലോകരാജ്യങ്ങളിലെ അരികവൽക്കരിക്കപ്പെട്ട കടലുമായി ബന്ധപ്പെട്ട അരികവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ മുഴുവനായിട്ട് ഇതിന്റെ കെടുതികൾ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. നമ്മൾ പറയും ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തെ സ്വാധീനിക്കുന്നത് കടലുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രവർത്തനങ്ങളാണ്, കടലിനകത്തുള്ള വ്യതിയാനങ്ങളാണ്, കടലിനുള്ളിൽ സംഭവിക്കുന്ന ഏറ്റക്കുറച്ചിലുകളാണ് ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തെ അടക്കം സ്വാധീനിക്കുന്നത് എന്ന് പറയും നമ്മൾ, ചൂട് കൂടുന്ന അടക്കമുള്ള കാര്യങ്ങൾ. അപ്പം ഈ ബ്ലൂ ഇക്കോണമി നയം എന്ന് പറയുന്നത് UN അതിന്റെ കൂട്ടത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസും സുസ്ഥിരമായ ഭാവി അതിനു വേണ്ടിയിട്ട് ഇപ്പൊ അവർ മറൈൻ ഓഷൻ കോൺഫറൻസുകളൊക്കെ നടത്തുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര കോമഡി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ബ്ലൂ ഇക്കോണമി നടത്താൻ അംഗീകരിച്ചതിന് ശേഷം UN അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ ചെയ്യുന്നത് ഈ തദ്ദേശ സമൂഹങ്ങളെല്ലാം അവിടെ ന്യൂയോർക്കിലും UN ആസ്ഥാനത്തൊക്കെ വിളിച്ചു വരുത്തി അവരുടെ പരമ്പരാഗത രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ഇടിപ്പിച്ച് അവരുടെ കലാപരിപാടിയൊക്കെ അവതരിപ്പിച്ച് നിങ്ങളാണ് നാളെയുടെ വാഗ്ദാനങ്ങൾ എന്ന് അവരോട് പറഞ്ഞുകൊണ്ട് കടലിന്റെ മക്കൾക്ക് കൊടുക്കുമെന്ന് ഇവിടെ പറയുന്നത് പോലെ നിങ്ങളാണ് ഭാവിയുടെ വാഗ്ദാനങ്ങൾ, നിങ്ങളാണ്
ഇതിന്റെ പ്രൈമറി ആയിട്ടുള്ള സംരക്ഷകർ എന്ന് പറഞ്ഞ് അവിടെ അവർക്ക് പ്രസന്റ് ചെയ്യാനും ഒക്കെയുള്ള UN ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇപ്രാവശ്യത്ത് ഈ സാധനം മുഴുവനായിട്ട് തീരെഴുതി കോർപ്പറേറ്റുകളുടെ കൈ കൊടുക്കുന്ന നടപടിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയും ഈ പരിപാടിയിൽ ഒപ്പുവയ്ക്കുകയും സാഗരമാല മോദി അധികാരത്തിൽ വന്ന് തൊട്ട് ഉടനെ തന്നെ രൂപീകരിക്കപ്പെട്ട പദ്ധതിയാണ് സാഗരമാല പദ്ധതി. ഈ പറയുന്ന വിവിധങ്ങളായിട്ടുള്ള പോർട്ടുകളെ മുഴുവനായിട്ട് കണ്ണു ചേർത്തുകൊണ്ട് ഈ പറയുന്ന പോലെ ഈ ഒരു പ്രവർത്തന പദ്ധതിയുടെ ഭാഗമാക്കുക എന്നുള്ള അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന മിഷൻ സമുദ്ര പോലുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലും ആസൂത്രണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ലാഭം ശരിക്കും പറഞ്ഞാൽ 1% ആളുകളിലോട്ട് മാത്രമായിട്ട് കേന്ദ്രീകരിക്കപ്പെടുക എന്നുള്ള കാലങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു മുതലാളിത്ത പ്രവർത്തനം മാത്രമാണ് ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ കടലിന്റെ മക്കൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞ പ്രഖ്യാപനം വളരെ പോസിറ്റീവായിട്ട് എടുക്കാം വേണമെങ്കിൽ. അതായത് ഇപ്പൊ ആദിവാസികളുടെ കാര്യം എടുത്താൽ ഗോത്ര സമൂഹം ഭൂമിയിൽ ഉന്നയിക്കണം. ഭൂമി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വിഭവ അവകാശത്തിന്റെ ഭാഗമായിട്ട് ഭൂമിക്ക് മേലുള്ള അവകാശം ഉന്നയിക്കുമ്പോൾ ഈ വനാവകാശ നിയമം എന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു നിയമം, ഒരു സംവിധാനമുണ്ട്, സിസ്റ്റം നിലനിൽക്കണം. ഭരണഘടനാപരമായി തന്നെ അവർക്ക് അവകാശപ്പെട്ടതാണ്. അത് അട്ടിമറിക്കപ്പെടുകയും ലംഘിക്കപ്പെടുകയും ചെയ്യുന്ന ഒരിക്കലും നടപ്പാക്കിയിട്ടില്ല. പക്ഷെ അത് ആ മുദ്രാവാക്യമായിട്ടെങ്കിലും ഉന്നയിക്കാൻ ഗോത്ര സമൂഹത്തിന് വനാവകാശ നിയമം എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. പക്ഷെ കടലവകാശ നിയമം എന്ന് പറഞ്ഞൊരു നിയമം എന്തുകൊണ്ടാണ് ഈ മത്സ്യത്തൊഴിലാളി അവകാശപ്പെടാൻ പോലും ഇല്ലാത്ത രീതിയിൽ ഈ അപ്രത്യക്ഷമായിരിക്കുന്നത്? കടലുമായി ബന്ധപ്പെട്ട് 1% പോലും എന്താ പറയാ ആർക്കും അറിയത്തില്ല. നമ്മൾ കടൽ കാണുമ്പോൾ നമ്മൾ കാണുന്നത് കടലും എൻ്റെ ആ ജലനിരപ്പ് അതിന് മുകളിലുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ശരിക്കും കാണുന്നത്. കടലിനുള്ളിൽ എന്താണെന്നും നമ്മൾ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ പൊതുസമൂഹം അത് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അവിടെ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരും അത് എല്ലാ ദിവസവും എക്സ്പീരിയൻസ് ചെയ്യുന്നവരും മാത്രമാണ് കടലിനുള്ളിൽ കാണുന്നുള്ളൂ, അല്ലാണ്ട് പൊതുസമൂഹത്തിന് അറിയത്തില്ല. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു കോർ കോൺസെപ്റ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കാടുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം വിസിബിൾ ആണ്. എന്തൊക്കെ ചെയ്യാൻ സർവേ നടത്താനാണെങ്കിൽ പോലും എല്ലാം വിസിബിൾ ആണ്, ഈസി ആയിട്ട് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കടലിൽ ആക്സസ് ചെയ്യാൻ ഇവർക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ ആക്സസ് ചെയ്തിട്ടില്ല, കടലിനുള്ളിലോട്ട് പോയിട്ടില്ല, അവിടെ എന്താണെന്ന് അറിയത്തില്ല. ഇതിൻ്റെ ഒരു ഞാൻ എപ്പോഴും ഈ ഒരു വിഷയം ആലോചിക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ രണ്ട് തരത്തിൽ ചിന്തിക്കേണ്ടി വരുന്നത് എന്നുള്ളതായിരിക്കുമ്പോൾ എനിക്കെപ്പോഴും വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, കടലിന്റെ അവകാശം കടലിന്റെ മക്കൾക്കെന്ന് പറയുമ്പോൾ ആരാണ് കടൽ മക്കളെന്ന് ആദ്യം നിർവചിക്കേണ്ടത്. ഇന്ന് വരെ അങ്ങനെ നിർവചിച്ചിട്ടില്ല. കടൽ മക്കൾ ആരാണ്? മത്സ്യത്തൊഴിലാളി എന്ന് പറയുമ്പോൾ ആരാണ്? കടലിൽ പോകുന്ന എല്ലാവരും മത്സ്യത്തൊഴിലാളികളാണോ? ഇപ്പൊ നമ്മൾ ചുമ്മാ മുനമ്പത്തോ തോപ്പും പൊടിയോ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ബോട്ടുകളിലൊക്കെ അന്യ സംസ്ഥാന തൊഴിലാളികൾ അവിടെ പോകുന്നുണ്ട്, കയറി പോകുന്നുണ്ട്. കടലുമായി ബന്ധപ്പെട്ട് ജീവിക്കാത്ത ആളുകളടക്കം പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ബോട്ടുകളിൽ പോകുന്നുണ്ട്. അപ്പം കടലിൽ ഒരാൾ പണിക്ക് പോയാൽ, കടലിലോട്ട് ഒരാൾ പോയാൽ അയാൾ മത്സ്യത്തൊഴിലാളി ആകുമോ? നമ്മൾ ആ പാലത്തിൽ നിന്നിട്ട് ചൂണ്ടയിടുന്ന ആൾക്കാരെ കാണുന്നുണ്ട്, അവർ മത്സ്യത്തൊഴിലാളികളാകുമോ? ഇതൊക്കെ ഭയങ്കര പ്രധാനപ്പെട്ട കാര്യങ്ങളാണെന്നുള്ളത്. ആരാണ് മത്സ്യത്തൊഴിലാളി, അല്ലെങ്കിൽ ആരാണ് കടൽപ്പണിക്കാരൻ? ഇപ്പൊ കഴിഞ്ഞ ഒരു ഈ ഇലക്ഷന് തൊട്ട് മുന്നേ കേരള കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റി അവര് ഒരു നിർവചനം ഇറക്കി. അത് ഈ പറയുന്ന CSRമായി ബന്ധപ്പെട്ടാണ്, കോസ്റ്റൽ സോൺ റെഗുലേഷൻ ഇതുമായി പുതുതായിട്ട് വന്ന അമെൻഡ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിനകത്ത് തീരദേശവാസി ആരാണെന്ന് അവർക്ക് ഇതുവരെ ആരും നിർവചിച്ചിട്ടില്ല. സോ അവര് ഓർഡർ ആക്കിയിട്ട് അത് നിർവചിച്ചിരിക്കുകയാണ്. കടലുമായി ബന്ധപ്പെട്ട് കടലിന്റെ തീരത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളും തീരദേശവാസികൾ എന്ന് വിളിക്കപ്പെടും. നമുക്ക് അറിയാം ഈ കടൽ തീരത്ത് എത്രമാത്രം റിസോർട്ടുകൾ ഉള്ളതാണ്. അപ്പൊ ഇവരെല്ലാം തീരദേശവാസികളാണ്. എക്സാക്ട്ലി. അപ്പൊ നമ്മൾ ഈ കടലിന്റെ മക്കൾക്കൊന്നും പറയാൻ ഭയങ്കര എളുപ്പമാണ്. ഈ ആൾക്കാരെ സുഖിപ്പിക്കുക എന്നുള്ള പരിപാടിയാണല്ലോ. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ വളരെ വലിയ കോൾമയറുണ്ടാവും. അത് ഈ പറയുന്ന കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അവര് അദാനിക്കെതിരെ സമരം നടത്തിയ ആളുകളെ ദേശദ്രോഹികളായിട്ട് അവർ ചിത്രീകരിച്ചതിനോടൊപ്പം തന്നെ ഇവര് ഈ പറയുന്ന പോലെ ഡൽഹിയിൽ പോയിട്ട് CPM മത്സ്യത്തൊഴിലാളി സംഘടന ഡൽഹിയിൽ പോയിട്ട് കടലിന്റെ മക്കൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് സമരം നടത്തി. പിന്നെ വന്നിട്ട് ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ പഴയ മുഖ്യമന്ത്രി അടക്കം കടലിന്റെ മക്കൾക്ക് അവരുടെ എല്ലാ ഇലക്ഷൻ ലാസ്റ്റത്തെ അവസാനത്തെ 2-3 ഇലക്ഷൻ മാനിഫെസ്റ്റോ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പാർട്ടികളും BJP ഒഴികെയുള്ള എല്ലാ പാർട്ടികളുടെയും ഇലക്ഷൻ മാനിഫെസ്റ്റോയിനകത്ത് കടലിന്റെ മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. എന്നിവരെല്ലാ വർഷവും അവർ ഭരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ കടലിന്റെ മക്കൾ ആരാണെന്ന് നിർവചിക്കാതെ, ആരാണ് എന്ന് നിർവചിക്കാതെ നമുക്ക് ഈ ഒരു സ്ലോഗൻ ഇവർക്ക് എപ്പോഴും പിടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. പിടിച്ചോണ്ടിരിക്കാൻ പറ്റും, ബട്ട് അതുകൊണ്ട് തത്വത്തിൽ ഗുണമൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമ്മളെപ്പോഴും പറയുന്ന കാര്യം എന്ന് പറയുമ്പം
കടലിന്റെ മക്കൾക്കെന്ന് പറയുമ്പോൾ കടലിനെ സംരക്ഷിക്കുന്നവർക്കാണെന്നുള്ള രീതിയിൽ നമ്മളത് പറയേണ്ടതുണ്ട്. ഇനിയെങ്കിലും പൊതുസമൂഹം നമ്മൾ അത് മാറ്റി പറയേണ്ടതായിട്ടുണ്ട്. കടലിനെ സംരക്ഷിക്കുന്നവർക്കാണ് കടലിന്റെ അവകാശം എന്ന രീതിയിൽ പറയേണ്ടി വരും. കാരണം ഈ പറയുന്ന വൻകിട ബോട്ടുകാർ കടലിനെ സംരക്ഷിക്കുന്ന ആളുകളല്ല. അവർ ഈ പറയുന്ന ഓവർ ഫിഷിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ കടലിന്റെ അടിത്തട്ടിനെ മുഴുവനായിട്ട് തുറന്നെടുക്കുന്ന തരത്തിലുള്ള ഫിഷിംഗ് ടെക്നിക്കുകളാണ് അവർ യൂസ് ചെയ്യുന്നത്. അതൊരിക്കലും അവർ കടലിനെ സംരക്ഷിക്കുന്ന ആളുകളല്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ കടൽ തീരത്ത് ഇത്രമാത്രം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി, വികസന പരിപാടികൾ എന്ന രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി അവിടെ ഇടപെടുന്ന ആളുകൾ കടലിനെ സംരക്ഷിക്കുന്ന ആളുകളല്ല. അപ്പൊ കടലിനെ സംരക്ഷിക്കുന്ന ആളുകൾ ആരാണെന്നുള്ള കാര്യം നോക്കിയാൽ തന്നെ വളരെ ചുരുക്കം ഒരു ജലവിഭാഗങ്ങൾ മാത്രമാണ് നമുക്കത് പറയാൻ പറ്റുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ പറഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന പറച്ചിൽ കൊണ്ട് ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഗുണം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവർ ശരിക്കും കടലിന്റെ സംരക്ഷകർ തന്നെയാണ്. അവർക്ക് കടലിന്റെ രീതികൾ അറിയാം. കടലിൽ അവര് ഫിഷിംഗ് ചെയ്യുന്നതിൽ തന്നെ അവർ പ്രത്യേക ടെക്നിക്കാണ്, ഹുക്ക് ആൻഡ് ലൈൻ യൂസ് ചെയ്തുകൊണ്ട് അവർ ഇത് ചെയ്യുന്നത്. കടലിന്റെ അടുത്തന്നെ യാതൊരു തരത്തിലും അവർ ദോഷം ഉണ്ടാക്കുന്നില്ല. അപ്പൊ അത്തരത്തിൽ കടലിനെ അവർ അമ്മയായിട്ടാണ് അവർ കടലിനെ കരുതുന്നത്. അപ്പൊ അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം. അവരെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു വൾണറബിലിറ്റി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോഴൊക്കെ ഒരു സാമാന്യമായ ഒരു പ്രൊസീജിയറാണ്. ആദ്യം ആരെ നോക്കണം. ഇപ്പം ഒരു വെള്ളപ്പൊക്കം ഉണ്ടായെന്ന് വെച്ചാൽ ആദ്യം അവിടെ നിന്ന് മാറ്റുന്ന ക്യാമ്പുകളിലോട്ട് മാറ്റുകയൊക്കെ ചെയ്യുന്നത് അവിടുത്തെ വൾണറബിൾ ആയിട്ടുള്ള ആളുകളെയാണ്. വീർന്ന ആളുകളാവാം, ഡിസബിലിറ്റി ഉള്ള ആളുകളാവാം, അവശരായിട്ടുള്ള കുഞ്ഞുകുട്ടികളാവാം. അതെല്ലാം അപ്പം അങ്ങനെയാണ് എന്തായാലും വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു വികസന പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ അതുകൊണ്ട് ആദ്യം ബാധിക്കപ്പെടാൻ സാധ്യമുള്ള ആൾ, അവർ എക്കോസിസ്റ്റം പീപ്പിൾ എന്ന് പറയും, അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, അവരെയാണ് ആദ്യം അത് ബാധിക്കുന്നത്. അപ്പം അങ്ങനെ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഇവിടുത്തെ സാമൂഹ്യ ശാസ്ത്രജ്ഞരൊക്കെ എങ്ങനെ ഇതിനെ നോക്കി കാണുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനത്തെ രീതിയിൽ അത് നമ്മൾ സൈദ്ധാന്തികപരമായി പോലും നമ്മൾ അത് അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആരാണ് കടലിന്റെ മക്കൾ, ആരാണ് കടലിനെ സംരക്ഷിക്കുന്നവർ, ആർക്കൊക്കെ അവകാശം, കടലിന്റെ മേലെ അവകാശം ആർക്കൊക്കെ ഉണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ വരുന്നവരിപ്പം കടപ്പുറത്ത് പോയി ഞാനൊരു വീട് വെച്ചാലേ വേറൊരാൾ വന്നിട്ട് ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ അയാൾ അതോടുകൂടി കടലോര വാസിയാവുകയാണ്. മിഷൻ സമുദ്രം പ്രഖ്യാപിക്കുന്നതോടുകൂടി ഇത്രയധികം കമ്പനികൾ വന്ന് ഒറ്റയടിക്ക് കടലിനുള്ളിൽ വന്ന് നിക്ഷേപം നടത്തുകയാണ്. അപ്പൊ അവരെല്ലാം തീരദേശവാസികളാണ്, കടലുമായി ബന്ധപ്പെട്ടാണ് അവരും ജീവിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ നമുക്ക് കുറച്ചുകൂടി സ്പെസിഫിക് ആയി കാര്യങ്ങൾ പറയാതെ ഇങ്ങനെ ബ്രോഡായിട്ട് കടലിന്റെ അവകാശം, കടലിന്റെ മക്കൾക്ക് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് പൊതുസമൂഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഇനി അങ്ങനെ പൊതുസമൂഹം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന പോലെ മറ്റേ മുറിവിന്റെ പുറത്തുകൂടി ഇത് അടിക്കുന്ന ഒരു കാര്യമായിട്ട് വരും എന്നുള്ളതാണ്. നമ്മളത് ശരിക്കും അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം കേരളത്തിൻ്റെ ഈ തീരദേശ ജീവിതം എടുത്തു കഴിഞ്ഞാൽ ഒരു 100 നൂറ്റാണ്ട് കാലത്തെ സമര ചരിത്രം തീരദേശ സമൂഹത്തിനുണ്ട്. ഒരു 50 വർഷത്തെ ഏതാണ്ട്. അതായത് ഒരു തൊഴിൽ സമൂഹം എന്നുള്ള രീതിയിൽ അവർ വികസിച്ച് വന്നിട്ടുമുണ്ട് ഈ കടൽപ്പണിക്കാർ. മാത്രമല്ല അതിൽ പ്രധാനമായിട്ടും നമുക്ക് നോട്ട് ചെയ്യാവുന്ന കാര്യം സ്ത്രീകളുടെയും യുവാക്കളുടെയും ഒക്കെ വർദ്ധിച്ച തോതിലുള്ള മറ്റ് ഈ സമര സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപക്ഷെ ആദിവാസി ഗോത്രമേഖലയിലെ സമരത്തിലാണ് അങ്ങനെ സ്ത്രീകളുടെ പങ്കാളിത്തം നമുക്ക് ഇത്രയും ഇതായിട്ട് സജീവമായിട്ട് കാണാൻ പറ്റുക. അത്രത്തോളം തന്നെ ഒരു സജീവമായിട്ടുള്ള സ്ത്രീ പങ്കാളിത്തമുള്ള സമര പാരമ്പര്യമുള്ള ഒരു വിഭാഗമാണ് ഈ കടൽപ്പണിക്കാരെന്ന് പറയുന്നത്. ഈ സമര ജീവിതം ഏത് തരത്തിലെ ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിനെ മാറ്റിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റും? ആദ്യം പൊതുസമൂഹം മുദ്രകുത്തുന്നത് പിന്നെ വിമോചന സമരത്തിന് ഇറങ്ങുന്ന. അതെ. സഭയുടെ ഒക്കെ പങ്കാളിത്തം ചൂണ്ടിക്കാട്ടിയിട്ട് 2ാം വിമോചന സമരം എന്നൊക്കെ. എവിടെ മത്സ്യത്തൊഴിലാളികൾ എവിടെ സമരത്തിന് ഇറങ്ങിയാലും, പ്രത്യേകിച്ചും ഈ പറയുന്ന കാത്തലിക് മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികളാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആദ്യം വിമോചന സമരത്തിന്റെ ആ ഒരു ചൂട് കാറ്റ് എവിടെ കൂടെയെങ്കിലും പൊതുസമൂഹം കൊണ്ടുവരും എന്നുള്ളതാണ്. അപ്പം അത് ആളുകളെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ അടിയിൽ പൊതുസമൂഹം മനഃപൂർവ്വം കൊണ്ട് കിട്ടുന്ന പരിപാടിയാണ് ഇത്തരത്തിലുള്ള എന്താ പറയുക പറഞ്ഞു വെക്കലുകൾ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന ട്രോളിംഗ് ബോട്ടുകൾക്കെതിരെയുള്ള സമരം 1990-കളിൽ 80-കളിൽ മുതൽ ഒരു വലിയ സമരത്തിന്റെ ഒരു തീക്കാറ്റ് മത്സ്യത്തൊഴിലാളി മേഖലയിലുടനീളം ഈ പറയുന്ന സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ പോലുള്ള തൊഴിലാളി സംഘടനകൾ ആളുകളെ സംഘടിപ്പിക്കുന്നു. അതിലൂടെയൊക്കെ ആ കാലം മുതൽ ഉള്ള ഒരു വലിയ സമരത്തിന്റെ പാരമ്പര്യം ആക്ച്വലി മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ആളുകൾ നേരിടുന്ന ആ ചൂഷണത്തിനെതിരെ അവർ വളരെ സ്വതന്ത്രമായും
ശക്തമായും തന്നെ ആളുകൾ സംഘടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർ സംഘടിക്കുകയും അവർ നേരിടേണ്ടി വരുന്ന ആ ചൂഷണത്തിനെതിരെ അല്ലെങ്കിൽ അവർ നേരിടുന്ന ഈ ഒരു വിവേചനത്തിനെതിരെ, അനീതിക്കെതിരെ അവർ സ്വാഭാവികമായിട്ട് ആളുകൾ പ്രതികരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഞാൻ പറഞ്ഞു, പൊതുസമൂഹം ഒരിക്കലും സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകളായിട്ട് തീരദേശവാസികളെയും കടൽ മനുഷ്യരെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ബുദ്ധി ഉണ്ടെങ്കിലല്ലേ സ്വതന്ത്രമായി ചിന്തിക്കുകയുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടാണ്. അപ്പം ഈ ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ തലയിൽ ഉപ്പുള്ള ഇവർക്ക് എങ്ങനെയാണ് സംഘടിക്കാൻ കഴിയുന്നത്? ഇപ്പം ലാസ്റ്റ് ഏറ്റവും അവസാനം നടന്ന വിഴിഞ്ഞത്ത് നടന്ന സമരത്തെ സ്റ്റേറ്റ് ചിത്രീകരിക്കുന്നത് വിദേശ ഫണ്ട് മേടിച്ചിട്ട് നടത്തിയ സമരം എന്നാണ്. ആളുകൾക്ക് സ്വന്തമായിട്ട് ഫണ്ട് ഇടാൻ പറ്റത്തില്ലേ സമരത്തിന്? ആളുകൾക്ക് സ്വന്തമായിട്ട് സംഘടിക്കാൻ പറ്റത്തില്ലേ? ആളുകൾക്ക് അവരുടെ വിഷയം പറയാൻ പറ്റത്തില്ലേ? പറയാൻ പറ്റും. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, അതായത് ആളുകൾ വളരെ ജൈവികമായി അവരുടെ ആവശ്യത്തിന് വേണ്ടി സംഘടിക്കുന്നതിനെല്ലാം എല്ലാ കാലത്തും പൊതുസമൂഹം പറഞ്ഞുകൊണ്ടിരുന്നത്, കാരണം ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തമായി ഒരു ജ്ഞാനം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയില്ലാത്ത ആളുകളാണെന്ന രീതിയിലാണ് ഇവരെപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ സമരത്തിലും അവരിതുപോലെ ഏതെങ്കിലും ഒരു ഇവിടെ നമ്മുടെ ആലപ്പാട് സമരം നടന്നപ്പോൾ കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു മന്ത്രി പറഞ്ഞത് മുസ്ലിം തീവ്രവാദികളുടെ ഫണ്ട് മേടിച്ച് മലബാറിലെ മുസ്ലിം തീവ്രവാദികൾ മുഴങ്ങി കയറിയിട്ട് നടന്ന അങ്ങനെ ഇങ്ങനെയുള്ള അതൊക്കെ എന്ത് വളരെ മോശമായി. അതായത് ആളുകളുടെ ശേഷിനെ അവർക്ക് വളരെ സ്വാഭാവികമായിട്ടുള്ള, അവർ ഇത്രയും കടലിനെ അതിജീവിച്ചിട്ട് പോയിട്ട് പണി ചെയ്തിട്ട് തിരിച്ചു വരുന്ന ആളുകളാണ്. എഞ്ചിനൊക്കെ അല്ലെങ്കിൽ മോട്ടറൊക്കെ ഇപ്പോഴാണ് വന്നു തുടങ്ങുന്നത്. അതിന് മുന്നേ തന്നെ കാലങ്ങൾക്ക് മുന്നേ കടലിൽ പോയിട്ട് പണി ചെയ്തിട്ട് കേരളത്തിന് ഇക്കോണമിക്ക് വളരെ വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെയാണ് ഇവരിങ്ങനെ സംഘടിക്കാൻ ശേഷിയില്ലാത്ത ആളുകളായിട്ട് ഇവരെപ്പോഴും കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇവർ സംഘടിക്കുമ്പം എപ്പോഴും ഭയങ്കര അഗ്രസീവ് ആവാറുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് സാധാരണ എപ്പോഴും സമരം ചെയ്യുന്ന ആളുകളല്ല, അല്ലെങ്കിൽ ഒരു സമര സംസ്കാരം ആക്ച്വലി അതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. ഇവൻ നമ്മളിപ്പം ഏറ്റവും അവസാനം നടന്ന സമരങ്ങളൊക്കെ തന്നെ എടുത്താലും അതിനകത്ത് ഏറ്റവും കൂടുതൽ പങ്കാളിത്തം ഉള്ളത് സ്ത്രീകളാണ്. ഞാൻ എപ്പോഴും പറയും ഒരു സ്ത്രീപക്ഷ സമൂഹമാണ് ആക്ച്വലി. അത്തരത്തിൽ വളരെ മുന്നോട്ട് പോയിട്ടുള്ള സമൂഹമാണ് തീരദേശ മേഖല എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇതിനെല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്ന സ്ത്രീകളാണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അവർ റോഡ് തടയാൻ, വണ്ടി തടയാൻ, റോഡിലേക്ക് ഈ ഇറങ്ങി നിന്ന് മുദ്രാവാക്യം വിളിക്കാൻ, വിലപേശാൻ, ആളുകളോട് പൊതുസമൂഹത്തോട് വിലപേശാൻ, സിസ്റ്റത്തോട് വിലപേശാനൊക്കെ എനിക്ക് തോന്നുന്നു സ്ത്രീകളുടെ പങ്കാളിത്തമായിരിക്കും ഒരു ഒത്തുതീർപ്പിന് സന്നദ്ധമല്ലാത്ത ഒരു സമര സമൂഹമായിട്ട് അല്ലെ കടൽപ്പണിക്കാരെ വളർത്തിയെടുത്തത്. എക്സാക്ട്ലി, ഞാൻ അതാണ് പറഞ്ഞു വന്നത്. ഇവര് അഗ്രസീവ് ആയുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു സാധനമാണ്. മറ്റുള്ളവരൊക്കെ പോയിട്ട് ചിലപ്പം ഓക്കെ ഫൈൻ ഒത്തുതീർപ്പിന് എപ്പോഴും തയ്യാറായി വരുന്ന ഒരു സാധനം നമ്മൾ കാണും. പക്ഷെ ഇത് ഒത്തുതീർപ്പില്ലാത്ത ഇപ്പൊ തന്നെ മുതൽ ഇപ്പൊ നടക്കുന്ന പ്രശ്നത്തിൽ അവിടെ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടത് സ്ത്രീകളുടെ ശബ്ദമാണ്. ഞങ്ങൾ പോകത്തില്ല, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു ഇത് കിട്ടാണ്ട് പോകത്തില്ല എന്നുള്ള കാര്യം. അതിനൊക്കെ വ്യാഖ്യാനിച്ച് അവരിവിടെ കൊണ്ടിരുത്തിയെന്നും എന്നൊക്കെ പറയാം. പക്ഷെ അത് അങ്ങനെയല്ല. അത് അവരുടെ സ്വാഭാവിക ജൈവികമുള്ളൊരു ചെറുത്തുനിൽപ്പാണ്. ഇപ്പൊ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം എടുത്താൽ ഇടതുപക്ഷത്തിന് ഈ തൊഴിൽ സമൂഹത്തിനെയും അതുപോലെ സമര സമൂഹങ്ങളെയൊക്കെ സംഘടിപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട റോളുണ്ട്. ഇടതുപക്ഷമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായിട്ട് അതിനെ ഏറ്റെടുത്തത്. ഇപ്പം ഈ കടൽപ്പണിക്കാരുടെ ഈ മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ ഈ സമര ജീവിതത്തിൽ ഇടതുപക്ഷത്തിൻ്റെ റോൾ എത്രത്തോളം ഉണ്ട്? ഉറപ്പായുണ്ട്. ഈ പറയട്ടെ, നമ്മൾ 1980 മുതൽ 80 നടക്കുന്ന അപ്പം മുതലാണ് ഏറ്റവും കൂടുതലായിട്ട് സമരം ശരിക്കും പറഞ്ഞാൽ തീരദേശ മേഖലയിൽ സമരത്തിൻ്റെ ഒരു ആ ഒരു എന്താ പറയാ, ആദ്യമായിട്ട് സമരത്തിലേക്കൊക്കെ മത്സ്യത്തൊഴിലാളി മേലെ കിടക്കുന്ന 1980-കളിലൊക്കെയാണ്. അപ്പം ഈ പറഞ്ഞ കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ ആളുകളെ സംഘടിപ്പിക്കുന്നു. വിമോചന ദൈവശാസ്ത്രം അതിന്റെ വക്താക്കളായിട്ടുള്ള പുരോഹിതർ അടക്കം ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നു. അവിടെ ഇടതുപക്ഷം തന്നെയാണ്. ഇടതുപക്ഷം ആ സമയം മുതൽ, അതായത് അത് കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഏറ്റവും ഒരു ആധുനികമായ നവോത്ഥാനമൊക്കെ നടക്കുന്ന സമയം മുതലൊക്കെയാണ്. ഭൂപരിഷ്കരണം അടക്കമുള്ള ഏറ്റവും വളരെ പ്രധാനപ്പെട്ട സാമൂഹിക മാറ്റങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ്. അപ്പം ഇടതുപക്ഷം തന്നെയാണ് ഈ പറയുന്ന തൊഴിലാളികളെയും അധസ്ഥിത വർഗത്തേക്ക് സംഘടിപ്പിക്കാൻ മുന്നിൽ നിന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ കൂട്ടത്ത് തന്നെ ആ ഒരു ഇടതുപക്ഷം സംഘടിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സപ്പോർട്ടോടുകൂടി, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു എന്താ പറയാ സൈദ്ധാന്തിക അടിത്തറയോടുകൂടി സംഘടിപ്പിക്കപ്പെട്ട ജനവിഭാഗം തന്നെയായിരുന്നു. പക്ഷേ
അത് ഈ പറയുന്ന തുടക്കത്തിലൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നെങ്കിലും ഇടതുപക്ഷം എന്നു മുതൽ നയങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെട്ടു പോയോ അല്ലെങ്കിൽ വ്യതിചലിച്ചു പോയോ അതോടുകൂടി അത് തീർന്നു പോയി എന്നുള്ളതാണ്. ഇപ്പൊ CK ജാനുവിന്റെ ഒരു ആത്മകഥയുണ്ട് അടിമമക്ക. അതിനകത്ത് CK ജാനു വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ പറയുന്ന ആദിവാസികളെ സംഘടിപ്പിക്കാൻ ഈ പറയുന്ന ഇടതുപക്ഷം മുന്നിട്ട് നിന്നുവെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞ് വളരെ വേഗത്തിൽ തന്നെ അത് ആളുകളെ ചൂഷണം ചെയ്യുന്ന രീതിയിലോട്ട് പോയി എന്നുള്ളതാണ്. അപ്പം അത് തീരദേശ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഒരു കോൺഗ്രസിന്റെ ഒരു അടിത്തറയുള്ള ഒരു പ്രദേശമാണ് വോട്ട് ബാങ്ക് എന്നൊക്കെ പറയുന്ന. ഇപ്പോഴും ശശി തരൂരൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത് തീരദേശത്തിന്റെ കാരുണ്യത്തിലേക്കാണ്. എന്നിരുന്നാൽ പോലും അപ്പം അവിടെയൊക്കെ ഈ പറയുന്ന ആളുകൾ സമരം ചെയ്യണ്ട, ബിക്കോസ് നമ്മുടെ സർക്കാരാണ്, കോൺഗ്രസ് സർക്കാർ നമ്മുടെ സർക്കാരാണെന്നൊരു മനോഭാവത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് ആളുകളെ സമരത്തിലോട്ട് കൊണ്ടുവരുന്നതൊക്കെ ഇടതുപക്ഷമാണെന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അത് മാറ്റപ്പെടുകയും ആളുകളെ സമരത്തിനുള്ള ഉപകരണങ്ങളാക്കി മാത്രം മാറ്റുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോവുകയും ചെയ്തു എന്നുള്ളത്. അതായത് ഈ വികസനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇടതുപക്ഷത്തിന്റെ ഒരു ഐഡിയോളജിക്കൽ പെർസ്പെക്റ്റീവിൽ വന്നിട്ടുള്ള മാറ്റം ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. എക്സാക്ട്ലി. ഇപ്പൊ എപ്പോ മുതൽ ആ ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള തിരിഞ്ഞു നടത്തം അല്ലെങ്കിൽ ഒരു മാറി നടത്തം ഇടതുപക്ഷത്തിന് സംഭവിച്ചു, അപ്പം മുതൽ തന്നെയും ഈ പറയുന്ന മത്സ്യത്തൊഴിലാളി സമരങ്ങളെ എല്ലാം ഇവര് തള്ളിപ്പറയുന്നതിലോട്ടും പിന്നെ പോയി. ഒരുപക്ഷെ വിഴിഞ്ഞം പോലുള്ള ഒരു വലിയ പ്രൊജക്റ്റിന് ഒരു സംശയവുമില്ലാതെ ഒരു മത്സ്യത്തൊഴിലാളി മേഖലയിൽ പ്രതിഷ്ഠിക്കാൻ മുൻപായിരുന്നെങ്കിൽ ഇടതുപക്ഷം ഒന്ന് സന്ദേഹിച്ചു നിൽക്കുമായിരുന്നു അല്ലേ? അതിനുള്ള വിമർശനങ്ങളെ പോലും ഉൾക്കൊള്ളാനുള്ള ഒരു സന്നദ്ധത കാണിച്ചായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു അത്. ഇവിടെ എന്താ സംഭവിച്ചത്, ഇപ്പൊ വിഴിഞ്ഞത്തിന്റെ കാര്യം പറയുമ്പോൾ തന്നെ 2015 ഉമ്മൻചാണ്ടി കരാർ ഒപ്പിടുന്നു. അപ്പം 5000 കോടി രൂപയുടെ അഴിമതി ആരോപണം നടത്തിയ ആളുകൾ തൊട്ടടുത്ത വർഷം ഒപ്പിട്ട ഉടനെ അധികാരത്തിൽ വരുന്ന ആളുകളാണ്. അധികാരത്തിൽ വന്ന ഉടനെ ഈ ഒരു വലിയ കോർപ്പറേറ്റിനെ കൊണ്ട് ഒരു അരികവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ തലയുടെ മുകളിൽ കൊണ്ട് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഇടതുപക്ഷമാണോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് ശരിക്കും ഇടതുപക്ഷമായിരുന്നോ, അല്ലെങ്കിൽ ഇതാണോ ഇതാണോ ഇടതുപക്ഷം എന്ന രീതിയിൽ നമ്മൾ ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ്. ഒരു തരത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മളിതെല്ലാം പറയുമ്പോൾ ആളുകൾ ഇതിനെല്ലാത്തിനും മാർക്കിടുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, ആളുകൾ ഈ പറഞ്ഞ പോലെ തലയിൽ ഉപ്പുള്ള ആളുകളല്ലേ ശരിക്കും പറഞ്ഞാൽ. ആളുകൾ ശരിക്കും ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും അത് ചിന്തിക്കുകയും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ പറയുന്ന ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഈ പറയുന്ന പോലെ തീരദേശ മേഖലയിൽ ശക്തമായ ഒരു അടിത്തറ ഇല്ലാതെ പോകുന്നതിന് പ്രധാനപ്പെട്ട കാര്യം ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കുന്നു. നിങ്ങൾ രാഷ്ട്രീയക്കാരാണ്, അത്രത്തോളം രാഷ്ട്രീയ പ്രബുദ്ധമായി മാറിയത് കൊണ്ടാണ്. നിങ്ങൾ രാഷ്ട്രീയക്കാരാണ്, നിങ്ങൾ എന്ത് പറയുമെന്ന് നമുക്കറിയാം. അവിടെ സ്ഥിരമായിട്ട് കോൺഗ്രസ് ജയിക്കുകയോ സ്ഥിരമായി ഇടതുപക്ഷം ജയിക്കുകയോ ചെയ്യുകയല്ല ചെയ്യുന്നത്. ആളുകൾ തന്നെ അതിനെ നമ്മൾ ഞാൻ പറ്റില്ല. അവസാനത്തെ രണ്ടോ മൂന്നോ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളുടെ കാര്യം മാത്രം എടുത്താൽ മതി. ഈ അവസാനം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വെറും 10,000-15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ശശി തരൂർ അവിടെ ജയിച്ചിട്ടുള്ളത്. എന്നാൽ തൊട്ട് മുന്നത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 1,00,000-ലധികം വോട്ടുകളിലെ, എനിക്ക് തോന്നുന്നു 1,00,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അവിടെ ഈ പറയുന്ന പോലെ ശശി തരൂർ ജയിക്കുന്നത്. അതിന് തൊട്ട് മുന്നേ ആണെങ്കിൽ അതിനേക്കാളും കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത്. അപ്പം ശശി തരൂർ ഇന്ന് വരെയും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തീരദേശത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം ഇന്ന രീതിയിൽ ചെയ്തിട്ടില്ല. അദാനിനെ കൊണ്ടുവരുന്നതിൽ ഉമ്മൻചാണ്ടിന്റെ വലത് കൈയായിട്ട് പ്രവർത്തിച്ച ആൾ ശശി തരൂരൊക്കെയാണ്. പക്ഷെ ശശി തരൂർ ഓരോ തവണയും കമ്മ്യൂണിറ്റീനെ ശശി തരൂർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് കൃത്യമായിട്ട് ആളുകൾ മാർക്കിടുന്നുണ്ടായിരുന്നുള്ളതാണ് ഈ പറയുന്ന 3 തിരഞ്ഞെടുപ്പ് ഫലം, ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവുന്നത്. അവിടെ ശശി തരൂരിൽ അവസാനം ജയിച്ച് കടന്നുകൂടുന്നത് ഈ തീരദേശ മേഖലയിലെ വോട്ടുകൾ കൊണ്ട് മാത്രമാണ്. അല്ലാന്നുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ഉറപ്പായിട്ടും, കാരണം BJP നല്ലപോലെ നമ്മളിതെല്ലാം പറയുമ്പോഴും BJP ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ തൊടാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സംഘപരിവാർ കൃത്യമായി ഈ മേഖലകളിൽ, അതായത് മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് ഈ മുഖ്യധാരയിലെ കേരളത്തിലെ 2 രാഷ്ട്രീയ പാർട്ടികളോടും ഉള്ള വെറുപ്പ് അല്ലെങ്കിൽ അവരോടുള്ള വിശ്വാസക്കുറവിനെ മുതലെടുക്കാൻ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ തീരദേശ മേഖലയിൽ സംഘപരിവാർ. എങ്ങനെയാണ് ഈ BJPക്ക് ഇത്രമാത്രം ഒരു പ്രസൻസ് ആ മേഖലയിൽ കിട്ടുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ഈ ആളുകൾക്ക്
രണ്ട് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോടുള്ള വിശ്വാസക്കുറവ്. കാരണം ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇടതും വലതും മാറി മാറി ഭരിച്ചിട്ടും ഇവരെ ചൂഷണം ചെയ്യുന്ന ഒരു പരിപാടി അല്ലാണ്ട് ഇവർക്ക് ഗുണപരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നും അവര് നടപ്പിലാക്കുകയോ ചെയ്യുകയോ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ രാഷ്ട്രീയക്കാരാണ്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ രാഷ്ട്രീയക്കാരാണ്, ദ എൻഡ് ഓഫ് ദി ഡേ എന്ന ആളുകൾ പറയുന്ന അവരുടെ ഒരു എന്താ പറയാ ആ ഒരു വിശ്വാസക്കുറവുണ്ടല്ലോ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചാഞ്ചാടി നിൽക്കുന്നത്, അതിനെ കൃത്യമായിട്ട് സംഘപരിവാറിന്റെ എന്താ പറയാ റിസർച്ച് വിങ് അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇപ്പൊ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നടന്ന തിരഞ്ഞെടുപ്പിൽ കരിങ്കുളം പഞ്ചായത്ത്, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കോസ്റ്റൽ പഞ്ചായത്താണ് കരിങ്കുളം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകളൊക്കെ തിങ്ങിപ്പാർക്കുന്ന മേഖല. മിക്കവാറും എല്ലാ വാർഡുകളിലും BJPക്ക് ഒരു കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അത് ഞാൻ ഒരു പഞ്ചായത്തിന്റെ കാര്യം മാത്രമാണ്. നമ്മൾ ഈ കേരളത്തിലുടനീളം അവരൊന്നും നിങ്ങൾ ഓട്ടൊന്നും പിടിക്കണ്ട, ഒരാള് മത്സരിക്കുക. ഇലക്ട്രൽ പൊളിറ്റിക്സ് മാത്രമല്ല, അല്ലാതെ തന്നെ അവരുടെ അതാണ് സംഭവം. അത് നിങ്ങൾ ഒരാള് മത്സരിക്കുക, അതായത് നമ്മൾ ജയിക്കുക എന്നുള്ള സാധനമേ അല്ല, നമ്മളും ഇവിടെ ഉണ്ട്. അത് ഏത് രീതിയിലുള്ള ഒരു അപകടകരമായ സ്വാധീനമാണ് ഏറ്റവും അത് ഒന്നാമത്തെ കാര്യം, സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന നയങ്ങൾ അത് ഒരു തരത്തിൽ പോലും ഈ അരികവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ കൂടെ വർഗീയമായിട്ടൊരു അതുകൊണ്ട് ഉറപ്പായിട്ടും വർഗീയമായിട്ടുള്ള സാധനം ഉണ്ട്. അത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. എന്നാൽ ഈ പറഞ്ഞ താഴെത്തട്ടിലെ ജനങ്ങളെ അനുകൂലമായി നോക്കി കാണുന്ന കാഴ്ചപ്പെടുന്നവരെ മുന്നോട്ട് വെച്ചിട്ടില്ല, പരിസ്ഥിതിപരമായിട്ടുള്ള കാഴ്ചപ്പാട് ഒരിക്കലും മുന്നോട്ട് വെച്ചിട്ടില്ല. അവര് എപ്പോഴും വെറുപ്പും വിദ്വേഷവും അങ്ങനത്തെ ഒരു പാർട്ടി സംവിധാനമല്ല, ശാസ്ത്രം അങ്ങനെയാണ്. അപ്പം ഇവിടെ എന്താ വളരെ ഒരു എന്താ പറയാ ഇക്കോളജിക്കലി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് തീരദേശ മേഖല. കടലിനെ അവരുടെ ഒരു അമ്മയെ പോലെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്, ഇവൻ മതപരമായിട്ടാണെങ്കിൽ പോലും മറ്റേത് എല്ലാ തരത്തിലും. അവിടെ ഈ വൃത്തിശാസ്ത്രത്തിന്റെ അറവാള് കൊണ്ടുവരുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ആളുകളെ എന്താ മൊത്തത്തിൽ ചിഹ്നിച്ചു കളയുക. ഒന്നാമതേ ദുർബലരായിട്ടുള്ള അല്ലെങ്കിൽ വൾണറബിലിറ്റി കൃത്യമായിട്ട് നേരിടുന്ന ആളുകളാണ്. അവിടെ കൊണ്ടുവന്നിട്ട് ഈ സാധനം കൂടി, മറ്റതെല്ലാം നമുക്ക് പിന്നെയും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് അഡ്രസ്സ് ചെയ്യാം, പക്ഷെ ഇത് ഒരിക്കലും നമുക്ക് അഡ്രസ്. ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചറിവുകൾ ഈ അപകടത്തിനെതിരെ ഉണ്ടാവുന്നുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. ആളുകൾ തന്നെ അവരുടെ ഇടയിൽ നിന്ന് ഇപ്പം എനിക്ക് ഈ ഒരു ആശങ്കയുണ്ടായിരുന്നു. കാര്യം യൂത്ത് അടക്കം ഈ തവണ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിൽ ഭൂരിഭാഗവും യൂത്താണ്. BJPക്ക് വേണ്ടി മത്സരിച്ചവർ ഒന്നുമില്ല, 5000 രൂപയും അരക്കുപ്പിയുമാണ് അവിടെ. എനിക്ക് മിക്കവാറും ആളുകൾ എനിക്കറിയാം, ഒന്നുമില്ല, അത് ആളെ കൊണ്ടുപോയി 5000 രൂപയും ഒരു കുപ്പിയും കൊടുത്ത് നോമിനേഷൻ കൊടുപ്പിക്കുന്ന പരിപാടിയാണ്. അപ്പം അവര് പാർട്ടി പ്രവർത്തകരോ BJPയുടെ തത്വശാസ്ത്രം എങ്ങനെയാണെന്നുള്ള ധാരണ ഉള്ള ആളുകളൊന്നുമല്ല. പക്ഷെ ആളുകൾക്ക് തന്നെ അറിയാം, ആളുകൾ ഈ രാജ്യമെമ്പാട് നടന്നുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഒരു ഫാഷിസ്റ്റ് പ്രവണതകളെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല ഇവരുടെ നയങ്ങളുടെ ഡയറക്റ്റ് ഇരകൾ കൂടിയാണല്ലോ ഇവരെന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് ആളുകൾ നിരീക്ഷിക്കുന്നതുകൊണ്ട് തന്നെ അവരെ ഒരു തരത്തിൽ പോലും അവരെ അതിനകത്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം BJPക്ക് പിന്നെയും മനസ്സിലായി ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈസി ആയിട്ട് കടന്നു കയറാൻ പറ്റുന്ന ഒരു മേഖലയല്ല എന്നുള്ളത് BJPക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. ആളുകൾ ഞാൻ എപ്പോഴും പറയും, തീരദേശ മേഖലയില് അല്ലെങ്കിൽ കടലിന് ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർ പ്രബുദ്ധരായിട്ടുള്ള ആളുകളാണ്. എവിടെ എന്തിനെ എടുക്കണം സ്വീകരിക്കണം എന്ന് കൃത്യമായ ധാരണയുള്ള ആളുകൾ, ചെറുത്തു നിൽക്കാൻ നല്ല ശേഷിയുള്ള ആളുകളാണ്. അവരെപ്പോഴെങ്കിലൊക്കെ പരാജയപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, ഇവൻ വിഴിഞ്ഞം സമരത്തിലാവട്ടെ, ആലപ്പാട് സമരത്തിലാവട്ടെ, ഇപ്പം അവിടെ ആലപ്പാടിന്റെ തൊട്ടടുത്ത പ്രദേശത്ത് നടന്നുകൊണ്ട് തോട്ടപ്പള്ളിയിലെ സമരത്തിലാവട്ടെ, വേറെ എവിടെയൊക്കെ നടച്ചില്ലാനോ ഇവിടെയൊക്കെ ആളുകൾ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നം കൊണ്ടൊന്നും അല്ല തോറ്റുള്ളത്. ഒരു വലിയ ഒരു സിസ്റ്റം ഈ കടൽ പണിക്കാരുടെ ജീവിതത്തിനെതിരെ നിൽക്കുന്നു. അത് ഭരണകൂടം മുതൽ പൊതുസമൂഹം വരെയുള്ള ഒരു വലിയ സിസ്റ്റം. ആ സിസ്റ്റത്തിനെതിരെയുള്ള ഈ പറഞ്ഞ പോലെ ഒരു അവരുടെ ഒരു സമര ജീവിതത്തിൻ്റെ ഭാവി വളരെ ഒരു പ്രത്യാശയോടുകൂടി കാണാവുന്ന ഒരു പോരാട്ട ഭാവി ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ കഴിയുക. അതെ, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ നമ്മള് ജെൻസി പ്രൊട്ടസ്റ്റ് ഇന്ത്യയിൽ നടന്നപ്പോൾ തന്നെ ഈ നമ്മുടെ പരമ്പരാഗതമായ പ്രതിഷേധ രീതികൾ വലിയ രീതിയിലുള്ള ഒരു മാറ്റം, ഇങ്ങനെയൊക്കെ സംഭവിക്കാം, ഇങ്ങനെയൊക്കെ എന്ന രീതിയിലൊക്കെ ആലോചിക്കുന്നുണ്ട് ആളുകൾ. അതുപോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ
ഇന്ന് തീരദേശ മേഖലയിൽ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാം ഇങ്ങനെ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. പക്ഷെ ഇന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയും, ഇന്ന് തീരദേശ മേഖലയിൽ വളരെ വലിയ ഒരു അക്കാദമിക വിപ്ലവം നടന്നു വരുന്നുണ്ട്. നിശബ്ദമായി ആണെങ്കിൽ നടന്നു വരുന്നുണ്ട്. അതിനെ മറികടന്നുകൊണ്ട്, അതിനെ കാണാതെ ഒരിക്കലും പൊതുസമൂഹത്തിന് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പൊതുസമൂഹത്തെ മുന്നോട്ട് ചലിപ്പിക്കുന്ന ചാലക ശക്തികളായി, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ നോളജ് സിസ്റ്റം കൈയാളുന്ന ഒരു ഭൗതിക നേതൃത്വമായി തീരദേശ മേഖലയിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന എന്താ ജോണിന്റെ മകളെ പോലുള്ള ആളുകൾ അവരുടെ വോയിസ് ഉണ്ടാവുന്നത്, ചോദ്യങ്ങൾ ചോദിക്കുന്ന PhD ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അത് എന്താ ഒരു വിദ്യാർത്ഥിനിയാണ്. അപ്പം അവര് കൈ ചൂണ്ടി ചോദ്യങ്ങൾ ചോദിക്കുകയും ഈ പറയുന്ന സിസ്റ്റത്തെ അടക്കം വിറപ്പിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലോട്ട്, അത് എന്താ പറയാ, ജോണിന്റെ മകളുടെ വോയിസ് മാത്രമല്ല, അത് ഒരു പ്രതിനിധി മാത്രമാണ്, ഒരു തലമുറയുടെ ഒരു പ്രതിനിധി കൂടിയാണ്. പണ്ട് ഈ പറയുന്ന കാലിൽ വീണ് കിടന്ന് സാറേ സാറേ എന്ന് പറഞ്ഞ് എന്താ പറയാ അവകാശങ്ങൾ ചോദിക്കേണ്ടി വരുന്ന ആ ഒരു ഘട്ടത്തിൽ നിന്ന് മാറി കൈ ചൂണ്ടി ജോണിന്റെ മകൾക്കെതിരെ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട വിമർശനം മുഖ്യമന്ത്രിയോട് ബഹുമാനം ഇല്ലാണ്ട് പെരുമാറി, അയാളെന്ന് വിളിച്ചു, പേര് വിളിച്ചു എന്നൊക്കെയാണ്. ഈ നമ്മുടെ കൂടെ നമ്മളെ പോലുള്ള ഒരു നമ്മുടെ പോലുള്ള ഒരു തുല്യ അവകാശമുള്ള പൗരനാണ് അദ്ദേഹം. അത് വേറൊരു സമൂഹത്തിലെ ആളാണ് ഞങ്ങൾ ആക്ഷേപം അങ്ങനെ ഉണ്ടാവില്ല. ഇതാണ് എന്റെ കാര്യം. അപ്പം അത്തരത്തിൽ ഭരണകൂടങ്ങൾക്കെതിരെ കൈചൂണ്ടി ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്ന കെൽപ്പുള്ള തരത്തിൽ പുതിയ തലമുറ ആക്ച്വലി ഈ പറഞ്ഞ പോലെ പൊതുസമൂഹം എപ്പോഴും ഒരു വൈകാരികമാണ് ഈ കടൽപ്പണിക്കാരുടെ പ്രതികരണങ്ങൾ ആക്ഷേപിക്കാറുണ്ട്. പക്ഷെ അതിന്ന് വ്യത്യസ്തമായിട്ട് ഇന്റലക്ച്വലായി തന്നെ, അല്ലെ, ബൗദ്ധികമായി തന്നെ ഈ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു പുതിയ തലമുറയിലാണ് വസ്തുതാപരമായ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പം അവസാനത്തെ 10 വർഷത്തെ അതൊരു ഈ ഷിഫ്റ്റ് എനിക്കൊന്ന് അവസാനത്തെ ഒരു 10 വർഷം കൊണ്ട് നടന്ന ഒരു ഷിഫ്റ്റ്, ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഈ ഒരു ഷിഫ്റ്റ് നടക്കുന്നത്. ഇപ്പം അതിനു മുന്നേ ആണെങ്കിൽ തീരദേശത്തിന്റെ വക്താക്കളായി ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്ന 2 പ്രധാനപ്പെട്ട ആളുകൾ. ഒന്ന് ചർച്ച്, തീരദേശ മേഖലയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അഡ്രസ് ചെയ്യുകയും അത് എന്താ വിലപേശൽ നടത്തുകയും ചെയ്യുന്നത് ചർച്ചാണ്. എപ്പോഴും അച്ഛന്മാരുടെ പുറകിൽ നിൽക്കുന്ന സംഭവം നിലയിലാണ് ചിത്രീകരിച്ച് കേട്ടുള്ളത്. രണ്ടാമത് ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളാണ്. അവർ ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയിലെ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇന്ന് രാഷ്ട്രീയ നേതാക്കളായിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയത് കൊണ്ടും ഇവർക്ക് വേണ്ടിയിട്ട് വിളിച്ചു പറഞ്ഞതൊക്കെ കൊണ്ടാണ്. പലപ്പോഴും ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ സെറ്റിൽമെന്റിന്റെ ഭാഗമായി ഈ 2 ഇടപെടലുകൾ മാറിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്തെല്ലാം നമ്മൾ കണ്ട സാധനമാണ്. അപ്പം ആളുകൾക്ക് അത് കൃത്യമായി മനസ്സിലായെന്നുള്ളതാണ്. ഇന്ന് ഈ കമ്മ്യൂണിറ്റീന്റെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത് വിദ്യാർത്ഥികളാണ്. ഇപ്പം മീഡിയയിലെ മാധ്യമങ്ങളിലാവട്ടെ, മാധ്യമങ്ങളിൽ നിന്ന് ഏത് രാഷ്ട്രീയക്കാരാണ് മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി സംസാരിക്കുന്നത്? ഒരാളും ഇല്ലാതുള്ള. എന്നാ ഒരു 10 വർഷം മുന്നേ അങ്ങനെ ആയിരുന്നില്ല അവസ്ഥ. മത്സ്യത്തൊഴിലാളി ഇപ്പൊ ഈ അപകടം അവിടെ ഉണ്ടായിരുന്ന ആദ്യം മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്നത് അവിടുത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനായിരിക്കും, ട്രേഡ് യൂണിയൻ ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും അച്ഛനായിരിക്കും. ഇന്ന് എത്ര അച്ഛന്മാരെ ചാനൽ ചർച്ചകളിൽ കാണുന്നുണ്ട് കേരളത്തിന്റെ പൊതുസമൂഹം. ഇനി സ്റ്റുഡൻസ് ആണ്, സ്റ്റുഡൻസ് യൂത്തുമാണ് ഈ പറഞ്ഞ പോലെ പൊതുസമൂഹത്തിന്റെ ശബ്ദമായി മാറുന്നത്. അവര് കൃത്യമായി, അതാണ് ഏറ്റവും പോസിറ്റീവായിട്ട് കാണാവുന്നത്. അതൊരു വസ്തുതാപരമായി വസ്തുനിഷ്ഠാപരമായി കാര്യങ്ങൾ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് അവർ കൈ ചൂണ്ടി പറയുന്നുണ്ട്. അവർ പോയിന്റ് ഔട്ട് ചെയ്ത് ഇന്നതാണ് നിങ്ങളുടെ സിസ്റ്റം. ഇനി സിസ്റ്റത്തിന് പണ്ടത്തെ പോലെ ഇനി പറ്റിക്കാൻ പറ്റത്തില്ല. സെർച്ച് നടത്തുന്നു വിളിച്ചാ ഞങ്ങൾ സെർച്ച് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോകാൻ പറ്റില്ല. അവര് റഡാറിന്റെ അവര് കൃത്യമായിട്ട് പറയുന്നുണ്ട്, കടലിലെ അടിയൊഴുക്ക് തമിഴ്നാടിന്റെ ഭാഗത്തേക്കായിരുന്നു എന്ന് കളക്ടറോട് നേരിട്ട് പറയുന്നത്. എന്നിട്ട് ഇവര് പറ്റിക്കാനും പറ്റത്തില്ല. ഇവര് ഞങ്ങൾ 1 മണിക്കൂർ 2 മണിക്കൂർ സെർച്ച് നടത്തി എന്ന് പറഞ്ഞിട്ട് പറ്റിക്കാനും പറ്റത്തില്ല. അവര് കൃത്യം റഡാർ ചിത്രങ്ങൾ അടക്കി എടുത്തുകൊണ്ട് എത്ര മണിക്കൂർ ആ ഫ്ലൈറ്റ് പറന്നു നടക്കാ പിള്ളേർ പറയുന്നു. അപ്പൊ ആ തരത്തിൽ ഈ പറയുന്ന സാങ്കേതിക പരിജ്ഞാനം അടക്കം ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പുതിയ തലമുറ വളരെ ശക്തരായി തന്നെ, എന്നാൽ പുതിയ തലമുറ കടലിൽ പോകാതെ ഇരിക്കുന്നില്ല. അവര് വളരെ സജീവമായി കടലിൽ, അതാണ് അവരുടെ കരുത്വം, അനുഭവത്തിന്റെ ബലം. എക്സാക്ട്ലി. അപ്പം അതിനെ ഇനി മറികടന്നുകൊണ്ട് ഇതിനെ ഇനി അഡ്രസ്സ് ചെയ്യാണ്ട് പോകാമെന്ന് പൊതുസമൂഹം വിചാരിച്ചാൽ, അല്ലെങ്കിൽ സ്റ്റേറ്റ് വിചാരിച്ചാൽ ഭയങ്കര നാണക്കേടായിരിക്കും. നാണക്കേട് മീൻസ് അവർക്ക് തന്നെ നാണക്കേടായിരിക്കും എന്നുള്ളതാണ്. ഇതെല്ലാം കേൾക്കേണ്ടി വരും, വായിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വരും. ഇതിനെതിരെ നിങ്ങൾക്ക് വസ്തുതാപരമായിട്ട് ഇതിനെ ഖണ്ഡിക്കാൻ പറ്റുമോ? ഈ പിള്ളേര് പറഞ്ഞതിനെതിരെ ഇങ്ങനെയൊന്നും അല്ല എന്ന് വസ്തുപരമായിട്ട് പൊതുസമൂഹം ഒരാളൊന്ന് ഖണ്ഡിക്കട്ടെ? പറ്റത്തില്ല. കാര്യം അതൊക്കെ സത്യമാണ്. അപ്പം ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കാണാതെ, അല്ലെങ്കിൽ ഇതിനെ അഡ്രസ്സ് ചെയ്യാണ്ട് മുന്നോട്ട് പോകാനാണ് പൊതുസമൂഹവും സ്റ്റേറ്റും തീരുമാനിക്കുന്നതെങ്കിൽ നല്ല പോലെ നാണം കിടേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആക്ച്വലി കാര്യം നമ്മുടെ മുന്നിൽ എല്ലാം വ്യക്തമാണെന്നുള്ളതാണ്. പിന്നെ അറിവ് എല്ലായിടത്തും എത്തുന്നുണ്ട്. ഈ പറയുന്ന പോലെ
കമ്മ്യൂണിക്കേഷൻ വളരെ എഫക്റ്റീവായിട്ട് ഇന്ന് നടക്കുന്നുണ്ട്. സോ ഒരിടത്തിരുന്ന് പറയുന്നത് നമുക്ക് ആരും കാണാതെയോ കേൾക്കാണ്ടോ ഒന്നും പറയാനോ ഒത്തുതീർപ്പ് നടത്താനോ പറ്റത്തില്ല എന്നുള്ളതാണ്. എല്ലായിടത്തും അത് ചെല്ലും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് പുതിയ തലമുറ എന്തായാലും ഈ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ സജ്ജരാണ്. അറിയാം, ശക്തരാണെന്ന് പറയുമ്പോഴും അപ്പുറത്തെ വശത്ത് പോരാട്ടത്തിന്റെ ഒരു വലിയ ഇതിലോട്ട് കടക്കാണ്. അല്ലെങ്കിൽ ഇത്രമാത്രം ഓരോ തവണ കഴിയുന്തോറും കടലിലോട്ടുള്ള കടന്നേറ്റം കൂടി വരുന്നുണ്ട്. അത് കടലിലോട്ടുള്ള കടന്നേറ്റം കൂടി വരുമ്പോൾ തന്നെ അത് സ്വാഭാവികമായിട്ടും കടൽ മനുഷ്യരുടെ ഡിസ്പ്ലേസ്മെന്റിലോട്ടും അവരവിടെ നിന്ന് മാറിപ്പോകലിലോട്ടൊക്കെ നയിക്കും. ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെ നേരിടാൻ വളരെ ഈ പറയുന്ന പോലെ പുതിയ കാലഘട്ടത്തിന്റെ എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും എടുത്തണിഞ്ഞുകൊണ്ട് പുതിയ തലമുറ മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യാശ എന്ന് പറയുന്നത്.